സഹകാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ തവണയും പറയുന്ന കണക്ക് തന്നെ പരിചിതമായിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാവരും കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ? റെക്കോർഡ്സ് എന്താണ്, റിപ്പോർട്ട്സ് എന്താണ്? നമ്മളെല്ലാം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആർക്കാണെങ്കിലും അറിയാൻ പറ്റുന്ന കാര്യമാണ് എന്താണ് റെക്കോർഡ്സ്, എന്താണ് റിപ്പോർട്ട്സ്. നമുക്കപ്പോൾ ഓരോന്നും എന്തുവാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അതെല്ലാം ഒന്ന് പൊടി കളഞ്ഞ് നമ്മളൊന്ന് തട്ടിയെടുക്കുവാണേ, അത്രയേ ഉള്ളൂ. എങ്ങനെയൊക്കെയാണ് നമ്മൾ റെക്കോർഡ്സ് എഴുതേണ്ടത്, എങ്ങനെയൊക്കെയാണ് റിപ്പോർട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതുപോലെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആസ് എ നഴ്സ് നമുക്ക് എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് റെക്കോർഡ്സ് ആൻഡ് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനകത്ത് ഇൻ നഴ്സിംഗ് റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് ആർ ക്രൂഷ്യൽ ഫോർ ഡോക്യുമെൻറ്റിംഗ് പേഷ്യൻ്റ് കെയർ. അതെന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ? പേഷ്യൻ്റ് കെയറിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിംഗ് പാർട്ടാണ്, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റേഷനാണ് എന്തെന്ന് പറയുന്നത് റെക്കോർഡ്സ് എന്നും റിപ്പോർട്ട്സ് എന്നും പറയുന്നത്. എൻഷുവറിങ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ ആൻഡ് സെർവിങ് ആസ് എ ലീഗൽ ഡോക്യുമെൻറ്റ്. ഇത് എന്തായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്? ഇതൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ്സിനെയും റിപ്പോർട്ട്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത് എന്തായിട്ടാണ്? ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വൈൽ റിപ്പോർട്ട് ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്ലാനിങ് എമംഗ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. അതിനകത്ത് റിപ്പോർട്ട്സ് നമ്മൾ എന്തിനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതൊരു കമ്മ്യൂണിക്കേഷനാണ്. എന്തിൻ്റെയാണ്? ഹെൽത്ത് കെയർ പ്രൊഫഷണലിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്? റിപ്പോർട്ട്സ് ആക്ട് ചെയ്യുന്നത് ആണല്ലോ. അപ്പം റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ്. അതൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു? കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത് നമ്മൾ ഓരോന്ന് പഠിക്കാൻ പോവാം. ഓരോന്നിൻ്റെയും ഡെഫിനിഷൻ പറയാൻ പോവാം. എന്താണ് റെക്കോർഡ്? റെക്കോർഡ് ഈസ് എ പെർമനന്റ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. എന്താണ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ? ഒരു പെർമനന്റ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ്. ദാറ്റ് ഡോക്യുമെന്റ്സ് ഇൻഫോർമേഷൻ റെലവൻറ്റ് ടു എ ക്ലയൻസ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ്. അപ്പോൾ ഇതെന്താണ് പറയുന്നത്? ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു പെർമനന്റ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ്. ദാറ്റ് ഡോക്യുമെന്റ്സ്, അതെന്താണ് ഡോക്യുമെന്റ്സ് ചെയ്യുന്നത്? ഇൻഫോർമേഷൻ, പേഷ്യന്റിന്റെ ഹെൽത്ത് കെയറുമായിട്ട് വേണ്ടുന്ന ഇൻഫോർമേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? റെക്കോർഡ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പോൾ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ്. ദാറ്റ് ഡോക്യുമെന്റ്സ് ദ ഇൻഫർമേഷൻ റെലവൻസ് ടു ക്ലയൻസ് ഹെൽത്ത് കെയർ ആൻഡ് മാനേജ്മെന്റ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോക്കിക്കോ. ഇനി റെക്കോർഡ് ഈസ് എ ക്ലിനിക്കൽ, സയന്റിഫിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് and legal document that relating to the nursing care given to the individual, family or community. അപ്പം ഈ ഒരു റിട്ടേൺ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞത് കൂടാതെ ഇതെന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ ആണ്, സയന്റിഫിക് ആണ്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആണ് ആൻഡ് ലീഗൽ ആണ്. ഈ റെക്കോർഡ് എന്ന് പറയുന്നത് ഇത്രയും ഒരു ഡോക്യുമെന്റിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു ക്ലിനിക്കൽ ഡോക്യുമെന്റ് ആണ്, സയന്റിഫിക് ഡോക്യുമെന്റ് ആണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ് ആണ് ആൻഡ് ലീഗൽ ഡോക്യുമെന്റ് റിലേറ്റിംഗ് ടു നഴ്സിംഗ് കെയർ given to the individual, family or community. അതാണ് എന്തെന്ന് പറയുന്നത്? റെക്കോർഡ് എന്ന് പറയുന്നത്. നമ്മളിനി അടുത്ത ഡെഫിനിഷൻ പഠിക്കാൻ പോവാ. എന്താണ് റിപ്പോർട്ട്? റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓറൽ ആവാം, റിട്ടൺ ആവാം, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ആണ്. ഇതെന്ന് പറയുന്നത് ഒരു എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ആണ്. ഒന്നെങ്കിൽ അത് ഓറൽ ആവാം, അല്ലെങ്കിൽ അത് റിട്ടൺ ആവാം. എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ഷെയർഡ് ബിറ്റ്വീൻ ദ കെയർ ഗീവേഴ്സ് ഓർ വർക്കേഴ്സ് ഇൻ നമ്പർ ഓഫ് വേസ്. നമുക്ക് പലതരത്തിൽ നമുക്കുള്ള ഇൻഫോർമേഷനും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളും എല്ലാം അതെല്ലാം ഷെയർ ചെയ്യുന്ന, അതായത് അതിനാണ് എന്തെന്ന് പറയുന്നത്? റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് ഐദർ ഓറൽ ആവാം ഓർ റിട്ടൺ ഇൻഫോർമേഷൻ ആവാം. ക്ലിയർ ആയോ? ഇനി report is the summary of the service of person or personnel and of the agency. ഇതെന്ന് പറയുന്നത് സർവീസസ് ഓഫ് പേഴ്സൺ ഓർ പേഴ്സണൽ ആൻഡ് ഓഫ് ദ ഏജൻസി. ഏജൻസിയുടെ സർവീസസിനെ പറ്റിയുള്ള ഒരു സമ്മറിയുമാകാം എന്തെന്ന് പറയുന്നത്? റിപ്പോർട്ട് എന്ന് പറയുന്നത്.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പർപ്പസ് ഓഫ്. ഇനി റിപ്പോർട്ട്സും റെക്കോർഡ്സും എന്താണെന്നുള്ളത് പറഞ്ഞു. ഇനി നമ്മൾ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ പറയാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് റിക്കോർഡ്സിൻ്റെ പർപ്പസും കാര്യങ്ങളും ഒക്കെ നോക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്? സപ്ലൈ ഡേറ്റ ദാറ്റ് ആർ എസെൻഷ്യൽ ഫോർ പ്രോഗ്രാം പ്ലാനിങ് ആൻഡ് ഇവാലുവേഷൻ. നമുക്കൊരു ഒരു ഡേറ്റ പ്ലാനിങ്ങിനും ഇവാലുവേഷനും ഒക്കെയുള്ള ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഡേറ്റകൾ സപ്ലൈ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് റിക്കോർഡ്സിൻ്റെ ഒരു എസെൻഷ്യൽ പർപ്പസസ് ആണ്. പിന്നെന്താണ് പറയുന്നത്? പ്രൊവൈഡ് ദ പ്രാക്ടീഷണർ വിത്ത് ദ ഡേറ്റ റിക്കോർഡ് ഫോർ ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രൊഫഷണൽ സർവീസസ് ഫോർ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഫാമിലീസ് ഹെൽത്ത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാക്ടീഷേഴ്സിന് ഒരു ഡേറ്റ കൊടുക്കുന്നുണ്ട്. എങ്ങനെയുള്ള ഡേറ്റയാണ്? അവരുടെ പ്രൊഫഷണൽ സർവീസസിന് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതെന്തിനാണ്? ഇംപ്രൂവ്മെൻ്റ് ഓഫ് ഫാമിലീസ് ഹെൽത്ത്. ഫാമിലിയുടെ ഹെൽത്തിന് ഇംപ്രൂവ്മെൻ്റ് ഉള്ള ഡേറ്റയും കാര്യങ്ങളും എല്ലാം അവർക്ക് എന്ത് ചെയ്യാണ്? പറഞ്ഞു കൊടുക്കാനും എന്തിന് കഴിയും? റിക്കോർഡ്സിന് കഴിയും. പിന്നെ എന്താണ് പറയുന്നത്? ടൂൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഹെൽത്ത് വർക്കേഴ്സ്, ഫാമിലി ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ. അപ്പം ഒരു ടൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനായിട്ടും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. റെക്കോർഡ്സ്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഡേറ്റകൾ സപ്ലൈ ചെയ്യാൻ, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അവർക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ അവർക്ക് കെയറുകളും കാര്യങ്ങളും എല്ലാം കൊടുക്കാൻ, പിന്നെന്താണ് പറയുന്നത്? ഒരു ടൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്? റെക്കോർഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്തുവാ? Effective health record shows the health problems in the family and other factors that affect. അതായത് നമ്മൾ പ്രോപ്പറായിട്ടൊരു റെക്കോർഡിങ് കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പറിന് നമുക്ക് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ട് ഈ റെക്കോർഡ്സ് ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഗുഡ് റെക്കോർഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആ ഒരു പേഷ്യൻറ്റിൻ്റെ ഫാമിലിയിലുള്ള പ്രോബ്ലം മനസ്സിലാക്കിയെടുക്കാനും അവരുടെ ഹെൽത്തിലുള്ള പ്രോബ്ലം മനസ്സിലാക്കിയെടുക്കാനും എല്ലാം സഹായിക്കും? ഒരു എഫക്റ്റീവായിട്ടുള്ള റെക്കോർഡ് ഹെൽപ്പ് ചെയ്യും. പിന്നെന്താണ്? ഇൻഡിക്കേറ്റ് പ്ലാൻസ് ഫോർ ഫ്യൂച്ചർ. നമുക്ക് ഒരു ഫ്യൂച്ചറിലോട്ടുള്ള ഒരു പ്ലാന് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കാരണം ഇപ്പം എല്ലാത്തിനും ഒരു റെക്കോർഡ്സ് ഉണ്ട് അല്ലേ? ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, മുന്നോട്ടൊരു ജോലി ആവശ്യമായിട്ട് നമ്മൾ ഒരാളെ സമീപിക്കുവാണെങ്കിൽ അവർ നമുക്ക് കുറേ കാര്യങ്ങൾ തരും, കുറേ പ്രോസ്പെക്ട്സ്, പിന്നെ അവരുടെ കുറേ സാലറിയുടെ കുറേ കാര്യങ്ങൾ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻക്രിമെൻറ്റ്സ്, ഇതെല്ലാം അവരുടെ റെക്കോർഡുകളാണ് അല്ലേ? ആ റെക്കോർഡുകൾ മനസ്സിലാക്കിയാണ് നമ്മൾ അതിനകത്ത് ജോയിൻ ചെയ്യണോ വേണ്ടായോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ എന്താണ്? അത് ഫ്യൂച്ചറിലേക്കൊരു പ്ലാനിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? അതിലൂടെയല്ലേ അവർ പറയുന്ന പ്രോപ്പറായിട്ടുള്ള ഈ റെക്കോർഡിലൂടെയുള്ള ഇൻഫർമേഷൻ വഴിയാണ് നമ്മൾ നോക്കുന്നത് വെദർ ദ ജോബ് ഈസ് ആപ്ലിക്കബിൾ ഓർ നമുക്കത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണോ അല്ലയോ എന്നുള്ളത് അല്ലേ? പിന്നെന്താ? ഹെൽപ്സ് ഇൻ ദ റിസർച്ച് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് നഴ്സിംഗ് കെയർ. ഇത് എന്തിനാണ്? ഒരു നഴ്സിംഗ് കെയറിൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസർച്ചുകൾ നടത്തി അങ്ങനെയൊക്കെയുള്ള. ഇപ്പം ഞാനൊരു റിസർച്ച് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ റിസർച്ചിൻ്റെ ബേസിൽ മറ്റൊരാൾക്ക് അവർക്ക് എന്തൊക്കെ ഡേറ്റകൾ ആവശ്യമുണ്ട് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഈ റിസർച്ച് നടത്തേണ്ടത് എന്നെല്ലാം കാര്യങ്ങൾ ഞാൻ ആ ഒരു റിസർച്ചിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കും. അത് അവരുടെ ഒരു കരിയറിന് എന്തായിരിക്കും? ഇംപ്രൂവ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഫാക്ടർ ആയിരിക്കും. ക്ലിയർ ആയോ? പിന്നെന്താ? ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പർപ്പസ് കാണണം. അതെന്ന് പറയുന്നത് ക്ലിയർലി അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. എന്ത് വേണം? ഒരു സ്പെസിഫിക് പർപ്പസ് വേണം. അതെന്തായിരിക്കണം? അത് ക്ലിയർലി അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. അത് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലുള്ള പർപ്പസുകൾ ആയിരിക്കണം. പിന്നെന്താ പറയുന്നത്? ഐറ്റംസ് ഓൺ ഫോംസ് ആൻഡ് ഇൻ രജിസ്റ്റേഴ്സ് ഷുഡ് ബി കൺവീനിയൻ്റ്ലി ഗ്രൂപ്ഡ് സോ ആസ് ടു മേക്ക് ദെയർ കംപ്ലീഷൻ ആസ് ഈസി ആസ് പോസിബിൾ. നമ്മളൊരു കാര്യം റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ ഇപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളെ പറ്റിയാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ നോട്ട്സുകളെല്ലാം എഴുതുന്നുണ്ട് അല്ലേ? ഇൻക്രീസ്ഡ് ICP, ബെൽസ് പാൽസി, പാർക്കിൻസോണിസം, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് ഡിസീസ് കണ്ടീഷനുകൾ നിങ്ങൾക്ക് ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക? നിങ്ങൾ ഈ എടുക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ എഴുതി വെക്കുമ്പം നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ ഒരു പേജ് നമ്പർ കാണും. നമുക്ക് എന്നിട്ട് എന്ത് കാണും? ഫ്രണ്ടിൽ നമുക്കൊരു ഇതെല്ലാം കാണത്തില്ലേ? ഒരു ഇൻഡെക്സും കാര്യങ്ങളും എല്ലാം കാണും അല്ലേ? അപ്പം അത്
വെച്ചിട്ട് എന്താണ് നമ്മൾ കറക്റ്റായിട്ട് അത് ഗ്രൂപ്പ് ചെയ്യും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഡിസോർഡേഴ്സ് പേജ് നമ്പർ ഇത്ര മുതൽ ഇത്ര വരെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിലുണ്ടല്ലോ ഇല്ലേ, ഇൻഡെക്സും കാര്യങ്ങളും എല്ലാം വരത്തില്ലേ. അപ്പം അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്തിട്ട് ഇതെല്ലാം എന്ത് ചെയ്യും, ഗ്രൂപ്പ് ചെയ്യും. ഗ്രൂപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഗ്രൂപ്പ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാവുന്നത് എവിടെയൊക്കെയാണ് എന്തെല്ലാം കാര്യങ്ങൾ. അതൊരു പ്രോപ്പർ റെക്കോർഡോ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമല്ലേ നമുക്കത് ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. അതത്രേ ഇവിടെ പറയുന്നുള്ളൂ. പിന്നെന്താ, the wording should be easily understood and where doubts likely to arise, instructions facilitate interpretation should be included. എന്താണ് ഇവിടെ പറയുന്നത്, വേർഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റും, ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പോൾ എന്ത് പറ്റും, ഇൻസ്ട്രക്ഷൻസ് ടു ഫെസിലിറ്റേറ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഷുഡ് ബി ഇൻക്ലൂഡ്. അപ്പം അതെന്താണ്, അതിന് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള എന്താ പറയുന്നത്, അത് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതായത് ക്ലിയർലി അവർ എന്ത് ചെയ്തിരിക്കണം, സ്പെസിഫൈ ചെയ്തിരിക്കണം. അതായത് ഇപ്പം ഇന്ന പേജിലാണെന്നുള്ളത് എന്താ പറയുന്നത്, CNS എന്ന് എഴുതാതെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് തന്നെ എഴുതി അതെന്ത് ചെയ്യണം, ക്ലാരിഫൈ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് അതെന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. അത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാവുകയും വേണം. അതിനകത്ത് ക്ലാരിഫിക്കേഷനോ ഡൗട്ടുകളോ ഒന്നും വരരുത്. അതെല്ലാം എന്ത് ചെയ്തിരിക്കണം, ക്ലിയർ ആയിട്ട് വേണം അത് റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടി. പിന്നെന്താണ്, റെക്കോർഡ്സ് വിച്ച് ആർ റിക്വയർഡ് ബൈ ദ ടീച്ചിങ് സ്റ്റാഫ് ഷുഡ് ബി ഈസിലി അക്സസിബിൾ ടു ദം. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, ടീച്ചിങ് സ്റ്റാഫിന് എന്താ പറയുന്നത്, എത്രയും വേഗത്തിൽ അത് മനസ്സിലാക്കി അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കിട്ടാൻ പറ്റും, അത് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ റെക്കോർഡ്സ് നമുക്ക് വേണ്ടുന്നത്. പിന്നെന്താ, person responsible for maintaining records should be aware of their particular responsibility and every effort should be made to keep records up to date and അക്യുറേറ്റ്. അപ്പം ഇതെന്താണ്, ഇത് അപ് ടു ഡേറ്റ് ആയിരിക്കണം അല്ലേ, കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യണം. അതിനകത്ത് എന്താ പറയുന്നത്, ആ ഒരു പേഴ്സൺ അതിനെന്തായിരിക്കണം, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, റെക്കോർഡ് കീപ്പിങ്ങിനായിട്ട് എന്ത് വെക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർ എന്തായിരിക്കണം, അത് കറക്റ്റ് എന്താ പറയുന്ന ഡേറ്റും ടൈമും കാര്യങ്ങളും എല്ലാം സ്പെസിഫൈ ചെയ്ത് ഈച്ച് ഈവൻറ്റും അതിനകത്ത് സ്പെസിഫൈ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിരിക്കണം. അപ്പം അങ്ങനാണെങ്കിൽ മാത്രമേ ആ ഒരു റെക്കോർഡ്സ് എന്താണെന്ന് പറയാൻ പറ്റത്തുള്ളൂ, കറക്റ്റ് ആൻഡ് അക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെന്താ, അഡിക്വേറ്റ് സേഫ് ഫയർ പ്രൂഫ് സ്റ്റോറേജ് അറേഞ്ച്മെൻറ്റ്സ്. അതെന്തായിരിക്കണം, പ്രോപ്പറായിട്ട് അത് അറേഞ്ച് ചെയ്ത് വെക്കണം അല്ലേ. എങ്ങനെയൊക്കെ ഉള്ളതായിരിക്കണം, അഡിക്വേറ്റ് ആയിരിക്കണം, അഡിക്വേറ്റ് സ്പേസിൽ അത് വെച്ചിരിക്കണം, സേഫ് ആയിരിക്കണം, അതുപോലെ തന്നെ ഫയർ പ്രൂഫ് സ്റ്റോറേജ് ആയിരിക്കണം. പെട്ടെന്നൊന്നും തീപിടുത്തത്തിൽ നശിച്ചു പോകാത്ത രീതിയിലായിരിക്കണം എന്ത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്, റെക്കോർഡ്സ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ എന്താ പ്രിൻസിപ്പിൾസ് ആണ് പഠിച്ചത്. പ്രിൻസിപ്പിളിൻ്റെ ഇതിനകത്ത് നമ്മൾ പറയുന്ന കാര്യം എന്താണ്, അതിനകത്ത് എന്താണ്, സ്പെസിഫിക് പർപ്പസ് ഉണ്ടായിരിക്കണം. അതുപോണക്ക് തന്നെ രജിസ്റ്റർ ഐറ്റംസ് എല്ലാം പ്രോപ്പറായിട്ട് കറക്റ്റായിട്ടുള്ള ഫോമിലായിരിക്കണം വെക്കേണ്ടത്. അത് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം വെക്കേണ്ടത്. അതിനകത്ത് എന്താ കറക്ഷനോ ഡൗട്ടുകളോ ഒന്നും തന്നെ പാടില്ല. റെക്കോർഡ്സ് എന്ന് പറയുന്നത് ടീച്ചിങ് സ്റ്റാഫിന് ഈസിലി അക്സസിബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അത് വെക്കേണ്ടത്. അതുപോലെ തന്നെ അത് അക്യുറേറ്റ് ആയിരിക്കണം, എന്താ പറയുന്നത്, അപ് ടു ഡേറ്റും ആയിരിക്കണം. പിന്നെ എന്താണ്, അഡിക്വേറ്റ് ആയിട്ടുള്ള സ്പേസിൽ, പിന്നെ സേഫ് ആയിട്ടുള്ളിടത്ത് വേണം. അതുപോലെ തന്നെ ഫയർ പ്രൂഫ് സ്റ്റോറേജ് ഉള്ള സ്ഥലങ്ങളിലായിരിക്കണം എന്ത് വെക്കേണ്ടത്, റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നതിനുള്ള എന്തെന്ന് പറയുന്നത് സർട്ടൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. അക്യുറസി വേണം അല്ലേ, അതിന് കറക്റ്റായിട്ട് എന്താ പറയുന്നത്, എന്താണ് കാര്യങ്ങൾ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം ഓരോ കാര്യങ്ങളും അല്ലേ. എങ്ങനെയൊക്കെയാണ് വേണ്ടുന്നത്, എപ്പോഴാണ് ഈ സംഭവം നടന്നത്, അല്ലെങ്കിൽ എന്ത് പ്രൊസീജിയറാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ്, ഇത് എവിടെ വെച്ചാണ്, എല്ലാ കാര്യങ്ങളും എന്തായിരിക്കണം, ഒരു കറക്റ്റായിട്ടൊരു അക്യുറസി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, കോൺഷ്യസ്നെസ് ആയിരിക്കണം. അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. പിന്നെ തറോനെസ്, ആ ഒരു എന്താ പറയുക, ആ ഒരു ക്ലാരിറ്റി, അതിന് ആ ഒരു ആമുഖം, എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിന് ഉണ്ടായിരിക്കണം. പിന്നെന്തോ പറയുന്നത്, അത് അപ് ടു ഡേറ്റ് ആയിരിക്കണം. അത് നമ്മൾ പ്രിൻസിപ്പിളിൻ്റെ തന്നെ ഒരു ഭാഗമാണ് അല്ലേ, ഈ എന്താ റെക്കോർഡ്സ് അപ് ടു ഡേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത്.
പിന്നെന്താണ് ഓർഗനൈസേഷൻ്റെ ആ ഒരു എന്താ പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു ഓർഗനൈസേഷൻ വേണം പ്രോപ്പറായിട്ട്. ഇപ്പം നമ്മളൊരു റെക്കോർഡ് ഇപ്പോൾ ഒരു എസ്സേ നമ്മൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എഴുതും, പിന്നെന്താണ് ഡെഫിനിഷൻ എഴുതും, പിന്നെ ടൈപ്സ് ഉണ്ടെങ്കിൽ ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ടൈപ്സ്, പിന്നെന്താണ് ഇപ്പം നമ്മുടെ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസീസ് കണ്ടീഷൻ്റെ കാര്യങ്ങളാണ് എഴുതുന്നതെങ്കിൽ ടൈപ്സ് എഴുതി, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് കഴിഞ്ഞിട്ട് എന്താണ് ലാബ് ഡയഗ്നോസിസ് എഴുതി, ലാബ് ഡയഗ്നോസിസ് കഴിഞ്ഞ് മാനേജ്മെൻറ്റ് എഴുതി, മാനേജ്മെൻറ്റിനകത്ത് തന്നെ മെഡിക്കൽ മാനേജ്മെൻറ്റ്, ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ്, സർജിക്കൽ മാനേജ്മെൻറ്റ്, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എഴുതുന്നത്. അതുപോലെ എന്താണ് ഈ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നതിനും എന്ത് വേണം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ വേണം. അതുപോലെ തന്നെ വേണ്ടുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി. നമ്മളൊരു കാര്യം എഴുതി അല്ലെങ്കിൽ നമ്മളൊരു കാര്യം റെക്കോർഡ് ചെയ്തിട്ട് അത് എല്ലാവരുടെ പറഞ്ഞു നടക്കുവാണോ വേണ്ടുന്നത്? അല്ല. അതെന്ന് പറയുന്നത് ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം, പ്രോപ്പറായിട്ടുള്ള ഒരു കോൺഫിഡൻഷ്യാലിറ്റി അതിന് വേണം. പിന്നെന്താണ് ഒബ്ജക്റ്റിവിറ്റി. ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു എയിം ഉണ്ടാവണം അല്ലേ? ആ ഒരു റെക്കോർഡ് എന്തിന് നമ്മൾ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതിന് ഒരു എയിം ഉണ്ടാവണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് റെക്കോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്. എന്തൊക്കെയാണ്? അക്യുറസി വേണം, കോൺഷ്യസ്നെസ് വേണം, തറോനെസ് വേണം, അപ് ടു ഡേറ്റ് ആയിരിക്കണം, ഓർഗനൈസേഷൻ, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഒരു റെക്കോർഡിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ടൈപ്സ് ഓഫ് റെക്കോർഡ്സ്. ഏതൊക്കെ തരത്തിലുള്ള റെക്കോർഡ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസ് ക്ലിനിക്കൽ റെക്കോർഡ്. നമ്മൾ ഓരോന്നും ഇത് പഠിക്കുവേ എന്തുവാണെന്നുള്ളത്. ആദ്യം നമുക്ക് ടൈപ്സ് നോക്കാം. അതിനുശേഷം എന്താ ഇൻഡിവിജ്വൽ സ്റ്റാഫ് റെക്കോർഡ്സ്, പിന്നെന്താ വാർഡ് റെക്കോർഡ് വരുന്നുണ്ട്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സ് വിത്ത് എഡ്യൂക്കേഷണൽ വാല്യൂസ്. എന്താണ് അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ് വിത്ത് എഡ്യൂക്കേഷണൽ വാല്യൂസ്. ഇത്രയും കാര്യങ്ങളാണ് ഏതിനകത്ത് വരുന്നത്? ടൈപ്സ് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പേഷ്യൻസ് ക്ലിനിക്കൽ റെക്കോർഡുണ്ട്, ഇൻഡിവിജ്വൽ സ്റ്റാഫ് റെക്കോർഡുണ്ട്, വാർഡ് റെക്കോർഡുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ് വിത്ത് എഡ്യൂക്കേഷണൽ വാല്യൂസ്. ഇനി നമ്മൾ ഓരോന്നും എന്തുവാന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. പേഷ്യൻറ്റ് ക്ലിനിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ നോളജ് ഓഫ് ഈവൻറ്റ്സ് ഇൻ ദ പേഷ്യൻറ്റ് ഇൽനസ്, പ്രോഗ്രസ് ഇൻ ഹിസ് ഓർ ഹെർ റിക്കവറി ആൻഡ് ദ ടൈപ്പ് ഓഫ് കെയർ ഗിവൺ ബൈ ദ ഹോസ്പിറ്റൽ പേഴ്സണൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻറ്റ് ക്ലിനിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ആ ഹോസ്പിറ്റലിൽ കയറിയപ്പം മുതൽ അവർ ഡിസ്ചാർജ് ആകുന്നിടം വരെയുള്ള അവരുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി, അതായത് അവരെന്തുകൊണ്ട് വന്നു, അവർക്ക് എന്താണ് ഡിസീസ് ഡയഗ്നോസ് ചെയ്തത്, അവർക്ക് നേരത്തെ എന്തെങ്കിലും ഡിസീസ് കണ്ടീഷനുകൾ ഉണ്ടായിരുന്നോ, എന്തൊക്കെ കെയറുകളാണ് നമ്മൾ കൊടുത്തത്, അതുവഴി അവർക്ക് എന്തെല്ലാം റിക്കവറിങ് അല്ലെങ്കിൽ അവർ റിക്കവർ ആയോ, അഥവാ ഇനി റിക്കവർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫർദർ ആയിട്ടുള്ള എന്താ പറയുന്നത് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ, ഇനി അവർ ഫ്യൂച്ചറിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടോ, അവർ സ്റ്റിൽ ആ മെഡിക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം വരുന്നത് എന്തിനകത്താണ്? പേഷ്യൻസിൻ്റെ ക്ലിനിക്കൽ റെക്കോർഡിൽ ആണ്. ഇനി അടുത്ത ഏതാണ്? ഇൻഡിവിജ്വൽ സ്റ്റാഫ് റെക്കോർഡ്. ഇൻഡിവിജ്വൽ സ്റ്റാഫ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും എന്താണ് സ്റ്റാഫ് റെക്കോർഡുണ്ട് അല്ലേ? നമ്മുടെ ക്വാളിഫിക്കേഷന്, നമ്മുടെ ഏജ് അല്ലേ, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ എന്താ പറയുന്നത് ക്ലിനിക്കൽ എന്താ പറയുക നമ്മുടെ എഡ്യൂക്കേഷണൽ ഡേറ്റാസ് എല്ലാം വെച്ചിട്ടും ഇനി നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എല്ലാം വരുന്ന ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സ്റ്റാഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെപ്പറേറ്റ് സെറ്റ് ഓഫ് റെക്കോർഡഡ് നീഡഡ് ഫോർ സ്റ്റാഫ് ഗീവ് ഡീറ്റെയിൽസ് ഓഫ് ദെയർ സിക്നെസ് ആൻഡ് ആബ്സെൻസ്. ശരിയാ അല്ലേ? നമ്മൾ ലീവ് എടുക്കുന്നതും അതുപോലെ നമ്മുടെ സിക്ക് ലീവിൻ്റെയും ഇപ്പം എന്താ പറയുന്നത് മെറ്റേണിറ്റി ലീവ്, ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തും അല്ലേ? അതെല്ലാം വരുന്നതാണ് ഓഫ് ആബ്സെൻസ്, ദെയർ കരിയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്താണ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് എ പേഴ്സണൽ നോട്ട്. ഇതെല്ലാം വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സ്റ്റാഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. എന്തൊക്കെ വരും? ദെയർ സിക്നെസ്, ആബ്സെൻസസ്, ദെയർ കരിയർ ആൻഡ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ആൻഡ് പേഴ്സണൽ നോട്ട്. ഇതെല്ലാം വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സ്റ്റാഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്ത എന്തോ പറയുന്നത് വാർഡ് റെക്കോർഡ്. വാർഡ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ?
വാർഡ് റെക്കോർഡ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് എത്ര എന്താ പറയുന്നത് either ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ ബെഡ്, അതിനകത്ത് എത്ര എന്താ പറയുന്നത് എത്ര ബെഡുകളുണ്ട്, എത്ര എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അഥവാ ഒരു ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു എമർജൻസി ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അറിയത്തില്ലേ, നമ്മൾ ഈ റെക്കോർഡ്സൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുമല്ലോ. എക്യുപ്മെൻറ്റ്സ്, മെഡിസിൻസ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്ത് വെക്കും. ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോഴും എന്താ പറയുന്ന സ്റ്റാഫുകൾ ഇതെല്ലാം എന്ത് ചെയ്യും, ഒന്നും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കും അല്ലേ. ഇത്രയും മെഡിസിനുകൾ തന്നെ ആണോ ഉള്ളത്, അതോ ഇനി ഇതിനകത്ത് എടുക്കാനുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, നോക്കും. പിന്നെന്താണ് ചേഞ്ച് ഇൻ മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് നോൺ നഴ്സിംഗ് പേഴ്സണൽ ഇൻ ദ വാർഡ് അല്ലേ. ഏതെങ്കിലും സ്റ്റാഫിന് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ, അതുപോണക്ക് എന്താ പറയുന്നത് ഏതെങ്കിലും നോൺ നഴ്സിംഗ് പേഴ്സണൽസ് ആരെങ്കിലും എന്താ വാർഡിൽ ഉണ്ടോ, ഇതിൻ്റെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഇത്ര എന്താ പറയുന്നത് പിന്നെ ആൾക്കാർ നോൺ നഴ്സിംഗ് ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ട്, ഇത്ര സ്റ്റാഫുകളുണ്ട്, ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യും, മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാറുണ്ട് അല്ലേ. അതാണ് എന്തെന്ന് പറയുന്നത് വാർഡ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ പറയാൻ പോകുന്നത് എന്തോ അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സ് വിത്ത് എഡ്യൂക്കേഷണൽ റെക്കോർഡ് അല്ല, എഡ്യൂക്കേഷണൽ വാല്യൂസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ വരും, ട്രീറ്റ്മെൻറ്റ്സ് വരും, അഡ്മിഷൻസ് വരും, എക്യുപ്മെൻറ്റ്സ് ലോസസ് ആൻഡ് റീപ്ലേസ്മെൻറ്റ് വരും, പേഴ്സണൽ പെർഫോമൻസ് വരും, പിന്നെ ഏതാണ് വരുന്നത് അതർ അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സ് വരും. അഡ്മിനിസ്ട്രേഷൻ ബേസിൽ വരുമ്പം നമ്മൾ ആ ഹോസ്പിറ്റലിൻ്റെ എല്ലാ കാര്യങ്ങളും വരും അല്ലേ. അവിടെ വരുന്ന ട്രീറ്റ്മെൻറ്റ്സ്, അവിടെ വരുന്ന അഡ്മിഷന്, ഡിസ്ചാർജ്, എന്തെല്ലാം എക്യുപ്മെൻറ്റ്സ് പുതിയതായിട്ട് വരുന്നുണ്ട്, എന്തെല്ലാം എക്യുപ്മെൻറ്റ്സ് എന്താണ് നഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ മിഷൻ, എക്സ്റേ മിഷൻ അങ്ങനെയൊക്കെ ഉള്ളത് കേടാവുകയാണെങ്കിൽ എന്തായിരുന്നു ഒരു ബൾക്ക് എമൗണ്ട് കൊടുത്തിട്ടാണ് നമ്മളത് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഏതിനകത്താണ് വരുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വരുന്നത് അല്ലേ. അതുപോലെ തന്നെ ഓരോ ആൾക്കാരുടെയും നമ്മുടെ ഓരോരുത്തരുടെയും പെർഫോമൻസ് ഇതെല്ലാം അവരെന്ത് ചെയ്യും, അവിടെ അത് അവരുടെ റെക്കോർഡ്സ് ആണ് അതെല്ലാം. പിന്നെന്താണ് അതർ അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സ്, ഇതെല്ലാം എന്താണ് ബാക്കിയുള്ള ഇലക്ട്രിസിറ്റി, പിന്നെ വാട്ടർ, വേസ്റ്റ് ഡിസ്പോസൽ, ഇതെല്ലാം വരുന്നത് ഏതാണ്, ഈ അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സിനകത്താണ് വരുന്നത്. ക്ലിയർ ആയോ? അപ്പം ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ റെക്കോർഡുണ്ട്, സ്റ്റാഫിനൊരു റെക്കോർഡുണ്ട്, വാർഡിന് റെക്കോർഡുണ്ട്, പിന്നെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്. ഇനി എന്താണ് ഫില്ലിംഗ് ആൻഡ് അറേഞ്ചിങ് ഓഫ് റെക്കോർഡ്സ്. എന്തൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്, ഇന്ന് എങ്ങനെയൊക്കെയാണ്. അപ്പം അതിനകത്ത് ആദ്യം വരുന്ന എന്താണ്, നമ്മൾ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ്, ആൽഫബറ്റിക്കലി ആണ് നമ്മളൊരു കാര്യം എന്ത് ചെയ്യുന്നത്, ഒരു റെക്കോർഡിനകത്ത് ഫില്ല് ചെയ്യുന്നത്. ആദ്യം എന്ത് എ ബി അല്ലേ, സി ഡി അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നത് ഫില്ല് ചെയ്ത് വെക്കുന്നത്. ന്യൂമറിക്കലി അല്ലേ 1 2 3 എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ അത് എന്ത് ചെയ്യുന്നത് ഫില്ല് ചെയ്യുന്നത്. പിന്നെന്താണ് ജിയോഗ്രഫിക്കലി, എന്താണ് ലൊക്കേഷൻ ബേസിൽ അല്ലേ, വിത്ത് ഇൻഡെക്സ് കാർഡ് അല്ലേ. ഫ്രണ്ടിൽ ഒരു ഇൻഡെക്സ് നമ്പറൊക്കെ നമുക്ക് കാണത്തില്ലേ, എന്താ പറയുന്നത് സീരിയൽ നമ്പർ, ടോപ്പിക്ക്, നമ്മുടെ ഞാനിപ്പോൾ ഒരു ബുക്കിൻ്റെ ഇതാണ് പറഞ്ഞത്, പിന്നെന്താണ് പേജ് നമ്പർ, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടല്ലേ നമ്മളൊരു ഇത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഓരോന്നും എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇനി ആൽഫബറ്റിക്കലി ആണെന്നുണ്ടെങ്കിൽ അതെന്താണ് ഡിക്ഷണറി ഓർഡർ. നമ്മൾ ഡിക്ഷണറി കണ്ടിട്ടില്ലേ, എ ബി സി അങ്ങനെ എ കഴിഞ്ഞിട്ട് ആദ്യത്തെ അക്ഷരം എങ്ങനെ വരുന്നോ, അല്ലെങ്കിൽ എ അല്ലെങ്കിൽ എ ബി അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഡിക്ഷണറി ഓർഡർ കണ്ടിട്ടില്ലേ. പിന്നെ എൻസൈക്ലോപീഡിക് ഓർഡർ എന്ന് പറയുന്ന ഒരു സംഭവം. എൻസൈക്ലോപീഡിക് ഓർഡർ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യത്തെ പറ്റി എഴുതുമ്പം അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള, എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ചിലപ്പം പറയത്തില്ലേ ചില അയാളെ കണ്ടാൽ അയാളൊരു എൻസൈക്ലോപീഡിയ കേട്ടോ എന്ന് പറയത്തില്ല. എന്ന് വെച്ചാൽ എന്താണ്, എല്ലാ ഇൻഫോർമേഷൻസും എന്ത് കാണും, ആ ഒരു പർട്ടിക്കുലർ ഒരു മാറ്ററിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും. അതിനാണ് എന്തെന്ന് പറയുന്നത് എൻസൈക്ലോപീഡിക് ഓർഡർ എന്ന് പറയുന്നത്. ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്ത് അതെന്ത് ചെയ്തും ഓർഡറിലാക്കി വെക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് എൻസൈക്ലോപീഡിക് ഓർഡർ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ ന്യൂമറിക്കലിനകത്ത് എന്താണ് വരുന്നത്, സീരിയൽ നമ്പർ വരുന്നുണ്ട്, പിന്നെന്താണ് ഡിജിറ്റ് ഫില്ലിങ് വരുന്നുണ്ട്. സീരിയൽ നമ്പർ അറിയാമല്ലോ, 1 2 3 അങ്ങനെ പറഞ്ഞിട്ട് പോകും. ഡിജിറ്റ് ഫില്ലിങ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഉൾപ്പെടുത്തി അതിനകത്ത് നമ്പേഴ്സ് വൈസിൽ, ഇപ്പം ഒരു ഹെഡിങ് വന്നു, അതിനകത്ത് സബ് ഹെഡിങ് വന്നു, അതെല്ലാം വരത്തില്ലേ. അപ്പം അതെല്ലാം വരുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഡിജിറ്റ് ഫില്ലിങ് എന്ന് പറയുന്നത്. പിന്നെന്താണ് ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്,
ഇൻഫോർമേഷൻ ഈസ് അറേഞ്ച്ഡ് ആൽഫബറ്റിക്കലി ബൈ ജിയോഗ്രഫിക്കൽ ഓഫ് പ്ലേസ് നെയിം. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇൻഫോർമേഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? ആൽഫബറ്റിക്കലി അറേഞ്ച് ചെയ്യും, പക്ഷെ എന്താണ്, പ്ലേസ് നെയിമിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. പിന്നെന്തോ പറയുന്നത്, വിത്ത് ഇൻഡെക്സ് കാർഡ്. ഇൻഡെക്സ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ ഇൻഡെക്സ് കാർഡ് കൺസിസ്റ്റ് ഓഫ് ഹെവി പേപ്പർ കട്ട് ടു എ സ്റ്റാൻഡർഡൈസ്ഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സൈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ്, സ്റ്റോറിംഗ് ആൻഡ് സ്മോൾ എമൗണ്ട് ഓഫ് ഡിസ്ക്രീറ്റ് ഡേറ്റ. അപ്പം ഇതെന്ന് പറയുന്ന ഇൻഡെക്സ് കാർഡുകൾ വെക്കത്തില്ലേ നമ്മൾ, ചില ഇതിനകത്ത് ഇൻഡെക്സ് കാർഡുകളായിട്ട് നമ്മൾ വെക്കാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബുക്കിന് ഫ്രണ്ടിൽ നമ്മൾ ഇൻഡെക്സ് കാർഡുകൾ തന്നിട്ടുണ്ട് അല്ലേ. ഇതിനകത്ത് പറയുന്ന ഇൻഡെക്സ് കാർഡ് എന്ന് പറയുന്നത് അതൊരു ഹെവി പേപ്പറാണ്. നമ്മൾ ഈ സ്ക്വയർ കണക്കിരിക്കും, അതിനകത്ത് എന്ത് ചെയ്യും, റെക്കോർഡിങ്ങും സ്റ്റോറിങ്ങും എല്ലാം കാര്യങ്ങളും നമ്മൾ കുറച്ച് ഡേറ്റകൾ അതിനകത്ത് ഉൾപ്പെടുത്തി വെച്ചേക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡെക്സ് കാർഡുകൾ എന്ന് പറയുന്നത്. അപ്പം ഇറ്റ് വാസ് ഇൻവെന്റഡ് ബൈ കാൾ ലീനിയസ്. ആരാണ് ഈ ഇൻഡെക്സ് കാർഡുകൾ കൊണ്ടുവന്നത്? കാൾ ലീനിയസ് എറൗണ്ട് 1760 കേട്ടോ കൊണ്ടുവന്നേ. അപ്പോൾ എന്തുണ്ട്, ഇൻഡെക്സ് കാർഡുകളൊക്കെ ഉണ്ട് കേട്ടോ, അല്ലാതെ ഇപ്പോഴെങ്ങും വന്നതല്ല. എക്സാമ്പിൾ കേസ് റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റർ. ഇപ്പം എന്താണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, എന്താണ്, കേസ് റെക്കോർഡ്, രജിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഡയറീസ് ഉണ്ട്, ഡയറീസ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ. അതേപോലെ റിട്ടേൺ മന്ത്ലി റിപ്പോർട്ട് ഓഫ് ഹെൽത്ത് വർക്കർ മെയിൽ ആൻഡ് ഫീമെയിൽ. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ചെറിയൊരു കാർഡാണ്. ആ കാർഡിനകത്ത് അവർക്ക് അവരുടെ മന്ത്ലി റിപ്പോർട്ട് കാര്യങ്ങൾ, ഇപ്പം മെയിലിന് ഫീമെയിലിന് ഇന്ന അവർ ഇത്ര സമയം റിപ്പോർട്ട് ചെയ്തു, ഇത്ര സമയമായപ്പം ലീവ് ചെയ്തു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡെക്സ് കാർഡുകൾ എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇനി അടുത്തെന്ന്, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഏതിനകത്ത് വരുന്നത്, ആ പറയുന്ന ഓരോന്നും അറേഞ്ച് ചെയ്യുന്ന രീതി, ന്യൂമറിക്കലി, ആൽഫബറ്റിക്കലി, അങ്ങനെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഇൻഡെക്സ് കാർഡിൻ്റെ ബേസിൽ ഇതെല്ലാം വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ്സ് നമ്മൾ അറേഞ്ച് ചെയ്യുക. ഇനി ഓരോ റെക്കോർഡ്സിനും ഹോസ്പിറ്റലിലും ഹെൽത്ത് സെൻറ്റേഴ്സിലും ഉള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. എന്താണ്, ഫോർ ദ ഇൻഡിവിജ്വൽ ആൻഡ് ഫാമിലി, അവർക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. റെക്കോർഡ് സെർവ് ടു ഡോക്യുമെന്റ് ദ ഹിസ്റ്ററി ഓഫ് ദ ക്ലയൻറ്റ്. ആ ഒരു എന്താ പറയുക, ഇൻഡിവിജ്വലിൻ്റെ ഹിസ്റ്ററി അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റെക്കോർഡ്സിൽ, അതായത് ഫാമിലി ഹിസ്റ്ററിയും, ആർക്കെങ്കിലുമൊക്കെ നേരത്തെ എന്താ പറയുന്നത് എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉണ്ടായിരുന്നോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, അതാണ് എന്താണ് ഫോർ ദ ഇൻഡിവിജ്വൽ ആൻഡ് ഫാമിലിയിലുള്ള റെക്കോർഡ് എന്ന് പറയുന്നത്. പിന്നെന്താണ്, റെക്കോർഡ് അസിസ്റ്റ് ഇൻ ദ കണ്ടിന്യൂറ്റി ഓഫ് കെയർ ആണല്ലോ. നമുക്ക് ഇപ്പോൾ ഒരു ഡോക്ടർ വന്നൊരു കാര്യം എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അത് പ്രോപ്പറായിട്ട് അത് റെക്കോർഡ് ചെയ്ത് വെക്കും അല്ലേ. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഒരു ഡോക്ടറിനെ കൊണ്ട് കാണിക്കുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, പുതുതായിട്ട് പിന്നെ ഇവർ ഒന്നേന്നും പറഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ കെയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെന്താ, റെക്കോർഡ് സെർവ് ആസ് എവിഡൻസ് ടു സപ്പോർട്ട് ഓർ ടു മാനേജ് ഓർ ഫേസ് ദ ലീഗൽ ക്വസ്റ്റ്യൻ ദാറ്റ് എറൈസ്. ഈ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഒരു ക്രൈം കേസ് വന്നു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പം എങ്ങനെയാണ് ആ ഒരാൾ മരിച്ചത് എന്ന് അവർ ചെയ്യുന്ന പ്രോപ്പറായിട്ടുള്ള റെക്കോർഡ് ബേസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ഐദർ സൂയിസൈഡ് ആയിരുന്നോ, അതോ എന്താ പറയുന്നത്, ഒന്നെങ്കിൽ അവർ സ്വയമായിട്ട് ചെയ്തതാണോ, അതോ ആരെങ്കിലും ചെയ്തതാണോ എന്ന്, അതായത് മറ്റൊരാൾ കൊന്നതാണോ എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്, ഈ റെക്കോർഡ്സ് വഴിയാണ് അറിയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ലീഗൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പറായിട്ടുള്ള ഒരു എവിഡൻസ്, ഈ ഒരു എവിഡൻസിലൂടെ നമ്മൾ ഈ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്താൽ അതൊരു എഫക്റ്റീവ് വേ ആണ് അല്ലേ. അത് എന്താ പറയുക, ഏതിനകത്ത് വരുന്നതാണിത്, ഇൻഡിവിജ്വൽ ആൻഡ് ഫാമിലിയിൽ റെക്കോർഡിനുള്ള ഇമ്പോർട്ടൻസിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. പിന്നെന്താണ്, റെക്കോർഡ് സെർവ്സ് ടു റെക്കഗ്നൈസ് ദ ഹെൽത്ത് നീഡ്സ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് റിസർച്ച് ആൻഡ് ടീച്ചിങ് ടൂൾ. അപ്പോൾ ഇത് എന്തായിട്ടും കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു റിസർച്ചും അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ടൂളും ആയിട്ടും എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന റെക്കോർഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, ഇൻഡിവിജ്വൽ ആൻഡ് ഫാമിലി. ഇനി നമ്മൾ എന്തോ നോക്കുന്നത്, ഫോർ ദ ഡോക്ടേഴ്സിന് ഈ റെക്കോർഡ്സ് എങ്ങനെയാണ് ഹെൽപ്ഫുൾ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ്,
ഇതെന്താണ്? സെർവ്സ് ആസ് എ ഗൈഡ് ഫോർ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് സർവീസസ്. അവർക്ക് ഒരു ഗൈഡായിട്ട് ഇത് നിൽക്കും അല്ലേ? അവർ, ഞാൻ പറഞ്ഞു നേരത്തെ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഡോക്ടറിനെയാണ് കൊണ്ട് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ആൾക്ക് ഇയാളുടെ ഈ ഒരു ട്രീറ്റ്മെന്റ് കെയർ കാര്യങ്ങളും എല്ലാം അവർ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഡോക്ടറിന് അത് ഉപകാരമാണ് അല്ലേ? അവർക്ക് ആ ഒരു ഡയഗ്നോസിസ് മനസ്സിലാക്കാനും നേരത്തെ അവരെടുത്ത ട്രീറ്റ്മെന്റ് മനസ്സിലാക്കാനും ഇവർ പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്പിനാണോ ഇങ്ങോട്ട് വന്നേക്കുന്നതെന്നും അവരുടെ സർവീസുകൾ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അല്ലെങ്കിൽ അവരൊരു കെയർ കൊടുത്തിട്ട് അവർക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി എന്നൊക്കെയുള്ള ഒരു ഇവാലുവേഷനും എല്ലാം എന്ത് സഹായിക്കുന്നുണ്ട്? ഈ ഒരു റെക്കോർഡ്സ് സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? പിന്നെന്തോ പറയുന്നത്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് പ്രോഗ്രസ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലേ? അവരുടെ ഒരു ഒരു പ്രോഗ്രസ്സിനും അവരുടെ ഒരു കണ്ടിന്യൂറ്റി ഓഫ് കെയറും ഇതെല്ലാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കി എടുക്കാൻ ഈ ഡോക്ടേഴ്സിന് ഈ റെക്കോർഡ്സ് സഹായകരം ആണ്. സെൽഫ് ഇവാലുവേഷൻ അല്ലേ? മെഡിക്കൽ പ്രാക്ടീഷനിൽ അവർ ഒരു ഗുഡ് ചോയ്സ് ആണോ അല്ലെങ്കിൽ ആ ഒരു ഡോക്ടർ എഫക്റ്റീവ് ആണോ പേഷ്യൻസിന് അങ്ങനത്തെ ഒരു പ്രോപ്പർ കെയർ കൊടുക്കാൻ, അവർ കൊടുത്ത ട്രീറ്റ്മെൻറ്റുകൾ സക്സസ് ആയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ഒരു റെക്കോർഡ്സുകൾ ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്? പ്രൊട്ടക്ട് ദ ഡോക്ടർ ഇൻ കേസ് ഓഫ് ലീഗൽ ഇഷ്യൂസ്. റെക്കോർഡ്സ് മേ ബി യൂസ്ഡ് ഫോർ ടീച്ചിങ് ആൻഡ് റിസർച്ച്. ഒരു ലീഗൽ ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അവരത് പ്രോപ്പറായിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ലീഗൽ ഇഷ്യൂസിനെ ചെയ്യാൻ പറ്റും? നേരിടാൻ പറ്റും. അതുപോലെ ഇപ്പോൾ അവർ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അവരെന്താവും? അതിനകത്തൊരു വിക്ടീം ആവുകയും ചെയ്യും. മനസ്സിലായോ? പിന്നെന്താ? ഒരു ടീച്ചിങ് ഒരു ടൂളായിട്ടും ഉപയോഗിക്കുന്നുണ്ട്? റെക്കോർഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? പിന്നെന്താ? ഫോർ ദ നേഴ്സുമാർക്ക് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ്? പ്രൊവൈഡ് വിത്ത് ഡോക്യുമെന്റേഷൻ ഓഫ് സർവീസസ് റെൻഡേർഡ് ദാറ്റ് ഷോസ് ഹെൽത്ത് കണ്ടീഷൻ ഓഫ് ദ ക്ലയൻറ്റ് അല്ലേ? നമുക്ക് പ്രോപ്പറായിട്ട് അത് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവുക അല്ലെങ്കിൽ ഒരു വാർഡിൽ നിൽക്കുന്ന പേഷ്യൻറ്റിൻ്റെ ഫയൽ വേറൊരു വാർഡിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ആ ഒരു ഇത് കണ്ടു. അപ്പം നമുക്ക് ആ ഒരു ഡോക്യുമെന്റേഷൻ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷനുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അതുവഴി നമ്മൾ കൊടുത്ത കെയർ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ഒരു റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെന്താണ്? പ്രൊഫഷണൽ ഗ്രോത്തിൻ്റെ ഒരു ഗൈഡായിട്ട് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക്. നമ്മൾ എന്തുമാത്രം ജോലി ചെയ്തു, നമ്മുടെ ജോലി ക്വാളിറ്റി ഉള്ളതായിരുന്നോ, അതുവഴി ആ പേഷ്യൻറ്റിനൊരു കെയർ വന്നിട്ടുണ്ടായിരുന്നോ, ഇതെല്ലാം മനസ്സിലാക്കാനും സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന റെക്കോർഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെന്താ പറയുന്നത്? സെർവ്സ് ആസ് കമ്മ്യൂണിക്കേഷൻ ടൂൾ ബിറ്റ്വീൻ സ്റ്റാഫ് ആൻഡ് അതർ മെമ്പേഴ്സ് ഇൻവോൾവ് ഇൻ കെയർ. ഇതെന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളായിട്ട്. ആരൊക്കെ തമ്മിലാണ്? സ്റ്റാഫും അതർ മെമ്പേഴ്സ്, വേറെ എല്ലാം ഒരു കൊളാബറേറ്റീവ് കെയർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്യൂച്ചറിലോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാനുമെല്ലാം ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അതോറിറ്റീസിന് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രൊവൈഡ് ദ മാനേജ്മെന്റ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ നെസസറി for decision in regards to utilization of resources, planning for administrative control and future references. അതായത് പ്രോപ്പറായിട്ട് അവർക്ക് കിട്ടിയേക്കുന്ന റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യാനും നല്ല രീതിയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് ആൾക്കാർക്ക് ഒരു റെഫറൻസ് ആയിട്ടും എല്ലാം ഒരു ഇമ്പോർട്ടൻറ്റ് പങ്ക് വഹിക്കുന്നുണ്ട് ഈ റെക്കോർഡ് എന്ന് പറയുന്ന ആ ഒരു സാധനം. പിന്നെന്താ? റെക്കോർഡ്സ് നമ്മുടെ ഒരു ഇതിൽ അത്രയ്ക്കും ഒരു എവിഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗുഡ് ടൂളാണ്. ഒരു കമ്മ്യൂണിക്കേഷന് മാത്രമല്ല, നമുക്കൊരു ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനും അത് ആ സ്റ്റോർ ചെയ്ത ഡേറ്റ ഫ്യൂച്ചറിലേക്ക് ഉപകരിക്കാനും എല്ലാത്തിനും ഈ റെക്കോർഡ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കേട്ടോ. പിന്നെന്താ?
help the supervisors to evaluate the service rendered, teaching done and a person's actions and reaction. അല്ലേ, നമ്മുടെ ആക്ഷനും റിയാക്ഷനും എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി, ആർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി, സൂപ്പർവൈസേഴ്സിന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ടൂളായിട്ടും എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന എന്ത് റെക്കോർഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത എന്താ, ഗൈഡ് ലൈൻസ് ഫോർ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്. എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണെന്ന് നോക്കാം. എന്തൊക്കെ ഗൈഡ് ലൈൻസാ? ദ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ ഹാസ് സെഡ് ദ പേഷ്യൻറ്റ് ആൻഡ് ക്ലൈൻറ്റ് റെക്കോർഡ് ഷുഡ് ബി എന്തായിരിക്കണം? ബേസ്ഡ് ഓൺ ദ ഫാക്ട്, കറക്റ്റ് ആൻഡ് കൺസിസ്റ്റൻറ്റ്. അത് ഒരു എന്താ പറയുന്നത്, ഒരു ഫാക്റ്റിനെ ബേസ് ചെയ്തായിരിക്കണം. അതിനകത്ത് എന്താ പറയുന്നത്, പ്രോപ്പറായിട്ടുള്ള കറക്റ്റായിട്ടുള്ള എന്തായിരിക്കണം, കൺസിസ്റ്റൻസിയിലുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനകത്ത് റെക്കോർഡ് ചെയ്യേണ്ടത്. പിന്നെന്താ, റിട്ടേൺ ആസ് സൂൺ ആസ് പോസിബിൾ ആഫ്റ്റർ ദ ഈവൻറ്റ് ഹാസ് ഹാപ്പൻഡ്. അത് അപ്പം തന്നെ എഴുതിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും എന്ത് ചെയ്യും, മിസ്സായി പോകും. അതുകൊണ്ട് അത് അപ്പം തന്നെ എന്ത് ചെയ്യുക, എഴുതുക. Can be written clearly in such a way that the text cannot be erased. എന്താണ്, അതൊരു കറക്റ്റ് വേയിലായിരിക്കണം എഴുതേണ്ടത്. ചില ഹോസ്പിറ്റലുകളിൽ എഴുതുമ്പോൾ എന്താണ്, ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണമെന്ന് പറയും, ചിലവർ സ്മോൾ ലെറ്റർ ഉപയോഗിക്കാൻ പറയും. അതിൻ്റെ മണ്ടയിൽ എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടായാൽ ജസ്റ്റ് ഒരു വരേ പാടുള്ളൂ എന്ന് ചിലവർ പറയാറുണ്ട്, അല്ലേ? നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ഒരു ഇതിന് പകരം എന്ത് ചെയ്യും, ഒരു 2-3 വര വരച്ച് അവിടെ അങ്ങ് കറുപ്പിക്കും, അല്ലേ? അപ്പം അങ്ങനല്ല ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടത്. അതെന്താണ്, അത് എറൈസ് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ അവിടെ എന്താ പറയുക പെൻസിലിട്ട് ചുരണ്ടാനോ അല്ലെ ബ്ലേഡ് ഇട്ട് ചുരണ്ടാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. പിന്നെന്താണ്, ബി റിട്ടൺ ഇൻ സച്ച് എ വേ ദാറ്റ് എനി ഓൾട്ടറേഷൻ ഓർ അഡീഷൻസ് ആർ ഡേറ്റഡ്, ടൈംഡ് ആൻഡ് സൈൻഡ് സോ ദാറ്റ് ദ ഒറിജിനൽ എൻട്രി ഈസ് സ്റ്റിൽ ക്ലിയർ. അപ്പം എന്തായിരിക്കണം, നമ്മളൊരു കാര്യം എഴുതുമ്പം അതിനകത്ത് യാതൊരു രീതിയിലുള്ള ഓൾട്ടറേഷനും വരാൻ പാടില്ല. കറക്റ്റ് ഡേറ്റും ടൈമും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് സിഗ്നേച്ചർ കൊടുക്കണം. അതിനകത്ത് എന്താ പറയുന്നത്, ആരാണോ അത് ചെയ്തേക്കുന്നത് അവരത് കറക്റ്റായിട്ട് അവരുടെ എൻട്രി അവിടെ എന്ത് ചെയ്തിരിക്കണം, ക്ലിയറാക്കി പറഞ്ഞിരിക്കുകയും വേണം. ദ അക്യുറേറ്റ്ലി ഡേറ്റഡ്, ടൈംഡ് ആൻഡ് സൈൻഡ് വിത്ത് ദ സിഗ്നേച്ചർ പ്രിൻറ്റഡ് എലോങ് സൈഡ് ദ ഫസ്റ്റ് എൻട്രി. അവർ കറക്റ്റായിട്ട് ആ ഒരു എഴുതിയ ആളിൻ്റെ അവിടെ എന്തായിരിക്കണം, കറക്റ്റായിട്ട് അത് ഡേറ്റും ടൈമും ഒക്കെ ഇട്ട് സൈൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെന്താ, നോട്ട് ഇൻക്ലൂഡ് അബ്രിവേഷൻസ്, ജാർഗൺ, മീനിങ്ലെസ് ഫ്രേസസ്, ഇറലവൻറ്റ് സ്പെക്കുലേഷൻ ആൻഡ് ഒഫൻസീവ്സ് ഓർ സബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ്, ഒരു തരത്തിലുള്ള അബ്രിവേഷൻസും പാടില്ല. എന്താണ്, ഇപ്പോൾ ഒരു BD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബിഫോർ ബെഡ് ടൈം എന്നും പറയാം, അല്ലെങ്കിൽ എന്താണ് ട്വൈസ് എ ഡേ എന്നും പറയാം. അപ്പം ആ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യത്തില്ല, യൂസ് ചെയ്യത്തില്ല. അപ്പം എന്താണ്, പകരം അവർ എത്ര തവണ മരുന്ന് കഴിച്ചു എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതുക, അല്ലെങ്കിൽ അവിടെ എന്താ പറയുന്നത് മാർക്കിംഗ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാതെ യാതൊരു രീതിയിലുള്ള അബ്രിവേഷൻസോ കാര്യങ്ങളോ ഒന്നും പാടില്ല. മീനിങ്ലെസ് ആയിട്ടുള്ള ഫ്രേസസ് അവിടെ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഒരു ഇറലവൻ്റ് ആയിട്ടുള്ള യാതൊരു രീതിയിലുള്ള ഇൻഫോർമേഷൻസും എന്ത് ചെയ്യരുത്, അതിനകത്ത് ഉപയോഗിക്കരുത്. പിന്നെ നോട്ട് റീഡബിൾ ഓൺ എനി ഫോട്ടോ കോപ്പീസ്. യാതൊരു രീതിയിലും എന്ത് ചെയ്യരുത്, ഫോട്ടോ കോപ്പികളൊന്നും ചെയ്യരുത്. എന്തുകൊണ്ടാണ്, നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ കറക്റ്റായിട്ട് ഡേറ്റും സൈനും എന്താ പറയുന്നത് എല്ലാം ഇട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ ഒരു ഇത് എന്താ പറയുന്നത് എന്ത് ചെയ്യാൻ, ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. അല്ലാതെ യാതൊരു എന്താ പറയുന്നത് ഫോട്ടോ കോപ്പികളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും എഴുതരുത്. നമ്മുടെ ഓൺ ലാംഗ്വേജിൽ ഓൺ ഹാൻഡ് റൈറ്റിങ്ങിൽ വേണം എന്ത് ചെയ്യാൻ, അതിനകത്ത് എഴുതാൻ വേണ്ടി. അത് എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഡേറ്റും ടൈമും ഒക്കെ ഇട്ട് സൈനും ചെയ്ത് വെച്ചിരിക്കണം. ക്ലിയർ ആയോ? അത്രേ ഉള്ളൂ എന്തെന്ന് പറയുന്നത്, റെക്കോർഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ റെക്കോർഡ്സ് പഠിച്ചു, ക്യാരക്ടറിസ്റ്റിക്സ്, പ്രിൻസിപ്പിൾസ്, പിന്നെ ടൈപ്സ് പഠിച്ചു. പിന്നെ എന്തെല്ലാം എന്താ പറയുന്നത്, ഒരു ഹെൽത്തിൽ അല്ലെ ഫാമിലി, അതായത് നമ്മുടെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനെയൊക്കെ ഒരു റിപ്പോർട്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിപ്പോർട്ട്സ് ആണ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇത്രയും ഫാസ്റ്റായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് സുപരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒന്ന് തട്ടിയെടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിനകത്തു നിന്നുള്ള കുറച്ച് എന്താ പറയുക
കുറേ ക്വസ്റ്റ്യൻസും കൂടെ ഒക്കെ ആകുമ്പോഴത്തേന് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കൂടുതൽ തറവാകും. അപ്പം പിന്നെ എന്താ പറയുന്നത്, ഇത് ഒന്ന് എന്താ പറയുക, ക്ലാസ്സുകൾ കാണണം, കണ്ടിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പഠിക്കാവൂ. ജസ്റ്റ് ഒന്ന് കേൾക്കുക, കേട്ടിട്ടേ അത് ചെയ്യാവൂ. കാരണം അല്ലെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ മാത്രം ഫോക്കസ് ചെയ്യുന്നതിനെക്കാട്ടിലും അതിൻ്റെ തിയറിയും കൂടെ കുറച്ച് നമുക്ക് മനസ്സിലാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കി എഴുതാൻ പറ്റും. അത് ഏത് രീതിയിൽ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എഴുതി വെക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റിപ്പോർട്ടാണ്. റിപ്പോർട്ടിൻ്റെ പർപ്പസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന എന്താ പറയുന്നത്, റിപ്പോർട്ട് എന്ന് പറയുന്നത് റിട്ടൺ അല്ലെങ്കിൽ ഓറൽ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു എസെൻഷ്യൽ ടൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത് എന്താണ് കാണിക്കുന്നത്, ടു ഷോ ദ കൈൻഡ് ആൻഡ് എമൗണ്ട് ഓഫ് സർവീസസ് റെൻഡേർഡ് ഓവർ എ സ്പെസിഫിക് പീരിയഡ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതെന്താണ്, കൈൻഡ് ആൻഡ് എമൗണ്ട് ഓഫ് സർവീസസ്, നമ്മളൊരു കാര്യം ഒരു സ്പെസിഫിക് പീരീഡിൽ കൊടുക്കുന്ന ചില എമൗണ്ട് ഓഫ് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ടു ഇലുസ്ട്രേറ്റ് പ്രോഗ്രസ് ഇൻ ടീച്ചിങ് ഗോൾസ്, അതായത് ഒരു ടീച്ചിങ് ഗോളിൻ്റെ കാര്യങ്ങൾ നമുക്ക്, അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ഗോളിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിനകത്ത് പറയാൻ വേണ്ടി പറ്റും. പിന്നെ എന്താണ്, എയ്ഡ് ഇൻ സ്റ്റഡിയിങ് ഹെൽത്ത് കണ്ടീഷൻ, ഒരു കാര്യം നമുക്ക് പഠിച്ചു മനസ്സിലാക്കാൻ വേണ്ടി, ഒരു ഹെൽത്ത് കണ്ടീഷനെ പറ്റി നമുക്ക് പഠിച്ചു മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെന്താണ്, ആസ് എയ്ഡ് ഇൻ പ്ലാനിങ്, നമുക്കൊരു കാര്യം പ്ലാൻ ചെയ്യാൻ വേണ്ടിയും പറ്റും അല്ലേ. റെക്കോർഡ്സിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്തും പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെന്താ, ടു ഇൻ്റർപ്രറ്റ് ദ സർവീസസ് ടു ദ പബ്ലിക് ആൻഡ് ടു അതർ ഇൻട്രസ്റ്റഡ് ഏജൻസീസ്, നമുക്ക് എന്താ പറയുന്നത്, ഒരു പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ പബ്ലിക്കിനെ നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം ആയിട്ട് അവയർനെസ് കൊടുക്കാനും, അതുപോലെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏജൻസിക്ക് നമുക്ക് സർവീസ് കൊടുക്കാനും എല്ലാം എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ റിപ്പോർട്ട്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ടൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അത് ഓറൽ ആവാം, റിട്ടേൺ ആവാം. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ, നമ്മൾ ഈ ചില ചാനലുകാർ എന്താ പറയുന്നത്, ഇത് ഇപ്പം കിട്ടിയ റിപ്പോർട്ടാണ് എന്ന് പറയും അല്ലെ, ഇപ്പം കിട്ടിയ റെക്കോർഡാണ് എന്ന് പറയുമോ, ഇല്ല, ഇതിപ്പം കിട്ടിയ റിപ്പോർട്ടാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ ആണ്. അപ്പോൾ ആ ഒരു ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്, ചില ഏജൻസിക്കാർക്ക് ആവശ്യമുള്ളതായിരിക്കാം, ചിലവർക്ക് നമുക്ക് പബ്ലിക്കിന് എന്താ പറയുന്നത്, ഒരു നല്ലൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഇതെല്ലാം എന്തിനകത്താണ് വരുന്നത്, ഈ റിപ്പോർട്ട്സിൻ്റെ പർപ്പസിലാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ക്രൈറ്റീരിയ ഫോർ എ ഗുഡ് റിപ്പോർട്ട്, എന്തൊക്കെയാണ് എന്താ പറയുന്നത്, ഒരു ഗുഡ് റിപ്പോർട്ടിനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. എന്തൊക്കെയാണ്, മെയ്ഡ് പ്രോംപ്റ്റ്ലി അല്ലേ, അതെന്ത് ചെയ്യണം, നന്നായിട്ട് അതെന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ആയിരിക്കണം ആ ഒരു റിപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ക്ലിയർ ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം അല്ലേ. അത് എന്താ പറയുന്നത്, ക്ലിയർ ആയിട്ടായിരിക്കണം, അത് മൊത്തം ഉണ്ടാവണം. അതുപോലെ ആ മൊത്തം ഉണ്ടാകുന്ന കാര്യങ്ങൾ വളരെ കൺസൈസ് ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യുന്നത്, ആ ഒരു റിപ്പോർട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. പിന്നെന്താ പറയുന്നത്, if it is written, all pertinent identifying data are included, the date and time, people concerned, situation, signature of person making the report. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു റിട്ടേൺ ആണ് അല്ലേ. അതിനകത്ത് എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം, ഡേറ്റ ഐഡൻറ്റിഫൈ ചെയ്യണം, അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം വേണം, സിറ്റുവേഷൻ വേണം, ആരാണ് അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്, ആരാണോ റിപ്പോർട്ട് തരുന്നത് അവരുടെ സിഗ്നേച്ചർ വേണം. മനസ്സിലായോ? ഇതെല്ലാ കാര്യങ്ങളും എന്താണ് ഇതിനകത്ത് ഉള്ള, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാനുള്ള ക്രൈറ്റീരിയകൾ ആണ്. പിന്നെന്തുവാ, ഇറ്റ് ഈസ് ക്ലിയർലി സ്റ്റേറ്റഡ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ്. ഇതെന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട്, നമ്മൾ പറഞ്ഞു ക്ലിയർ ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പിന്നെന്താണ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആർ എംഫസൈസ്ഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് അതെന്ത് ചെയ്തിരിക്കണം, സ്പെസിഫൈ ചെയ്തിരിക്കണം. In case of oral reports, they are clearly expressed and presented in an interesting manner. ഇപ്പോൾ ഒരു ഓറൽ റിപ്പോർട്ട് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്തിരിക്കണം, ക്ലിയർ ആയിട്ട് വേണം അത് പറയാനും അത് ആൾക്കാരെ മനസ്സിലാക്കിയെടുക്കാനും. എങ്ങനെ, അവർക്ക് ഇഷ്ടം, നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് മാനറിലായിരിക്കണം നമ്മൾ അത് എന്ത് ചെയ്യേണ്ടത്, ആൾക്കാരിലോട്ട് ആ ഒരു റിപ്പോർട്ട് എത്തിക്കേണ്ടത്. പിന്നെന്താ,
ഇനി ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ്, ഏതെല്ലാം തരത്തിലുള്ള റിപ്പോർട്ട്സുകൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഏതാണ്? 24 hours റിപ്പോർട്ടുണ്ട്, പിന്നെന്താണ് സെൻസസ് റിപ്പോർട്ടുണ്ട്, അനക്ഡോട്ടൽ റിപ്പോർട്ട്സ് ഉണ്ട്, പിന്നെ ഏതാണ് ബർത്ത് ആൻഡ് ഡെത്ത് റിപ്പോർട്ട്സ് ഉണ്ട്, ഇൻസിഡൻ്റൽ റിപ്പോർട്ട്സ് ഉണ്ട്. പിന്നെ ഓരോന്നും എന്തുവാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ പറയുന്നതൊക്കെയാണ് ഇതിൻ്റെ എന്താ പറയുന്നത് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്പ് എന്ന് പറയുന്നത്? ഇൻസിഡൻ്റൽ റിപ്പോർട്ടുണ്ട്, പിന്നെ അതിന് മുമ്പ് ഏതാണ് 24 hour റിപ്പോർട്ടുണ്ട്, പിന്നെ സെൻസസ് റിപ്പോർട്ടുണ്ട്, അനക്ഡോട്ടൽ റിപ്പോർട്ട്സ് ഉണ്ട്, പിന്നെന്താ ഡെത്ത് ആൻഡ് ബർത്ത് റിപ്പോർട്ടുണ്ട്, ഇൻസിഡൻ്റൽ റിപ്പോർട്ടുണ്ട്. 24 hours റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന് അവരിപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അല്ലേ, ഒരു 24 hours ആ ഒരു ഒബ്സർവേഷനിൽ നിൽക്കട്ടെ എന്ന് പറയാം. അപ്പോൾ ആ 24 hour എന്ന് പറയുന്നത് ആ പേഷ്യൻറ്റിനെ സംബന്ധിച്ച് എന്താണ്, വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ടൈമാണ്. അപ്പം ആ സമയത്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന ആ ഒരു ഇൻഫോർമേഷനാണ് എന്തെന്ന് പറയുന്നത് 24 hours റിപ്പോർട്ട് എന്ന് പറയുന്നത്. സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ ബേസിൽ അല്ലേ, എത്ര പോപ്പുലേഷൻ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുണ്ട് അല്ലേ, എത്ര പേരുണ്ട്, എത്ര കുട്ടികളുണ്ട്, എത്ര പ്രായമായിട്ടുള്ളവരുണ്ട്, അവരിൽ ആർക്കൊക്കെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ട്, അവർക്ക് ആർക്കൊക്കെ എന്താ പറയുന്നത്, ഈ പറയുന്ന കണക്ക് എന്താ പറയുന്നത് എന്തെങ്കിലും ബർത്ത് പ്രോബ്ലംസ് അല്ലെങ്കിൽ കൺജനിറ്റൽ അനോമാലീസ് ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ഇതെല്ലാം വരുന്നത് ഏതിനകത്താണ്? സെൻസസ് റിപ്പോർട്ടിനകത്താണ് വരുന്നത്. പിന്നെ ഏതാണ്? അനക്ഡോട്ടൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റയെ പറ്റിയുള്ള ബ്രീഫായിട്ടും ഡിസ്ക്രിപ്റ്റീവായിട്ടുമുള്ള റിപ്പോർട്ടിനാണ് എന്തെന്ന് പറയുന്നത് അനക്ഡോട്ടൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഈ ഒരു ബ്രീഫ് ഡേറ്റ നമ്മൾ കൊടുക്കുന്നത് അത് എല്ലാ ഇൻഫോർമേഷനും എന്താണ് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കും. പിന്നെ ഏതാണ്? ബർത്ത് ആൻഡ് ഡെത്ത് റിപ്പോർട്ട്. ബർത്ത് ആൻഡ് ഡെത്ത് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാമല്ലോ, എത്ര പേര് മരിക്കുന്നു, എത്ര പേര് ജനിക്കുന്നു എന്നൊക്കെ ഉള്ളതിൻ്റെ റിപ്പോർട്ട്. ഇൻസിഡൻ്റൽ റിപ്പോർട്ട്. ഇൻസിഡൻ്റൽ റിപ്പോർട്ട് നമ്മൾ പലരും എന്താ പറയുക അതുവഴി കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലേ. എന്താ പറയുക, എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഒരു പേഷ്യൻ്റ് ഇപ്പോൾ ഇറങ്ങി ഓടി, അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് നമ്മളെ എന്ത് ചെയ്യുന്നു, ഹരാസ് ചെയ്യുന്നു, വെർബലി നമ്മളെ എന്തെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പേഷ്യൻറ്റിന് എന്തെങ്കിലും ഒരു ഇത് സംഭവിച്ചു. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളൊരു റിപ്പോർട്ട് എന്താണ് പറയുക അതോറിറ്റിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള റെക്കോർഡിൻ അല്ലെങ്കിൽ റിപ്പോർട്ടിനാണ് എന്തെന്ന് പറയുന്നത് ഇൻസിഡൻ്റൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി അടുത്ത എന്താണ്? അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് റിപ്പോർട്ട്. എന്തൊക്കെ അഡ്വാൻറ്റേജുകളാണ് ഇതെന്ന് പറയുന്നത്? മോണിറ്ററിങ് ഓപ്പറേഷൻസ് അല്ലേ, നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും? മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എന്താണ്? കൺട്രോളിങ്. പിന്നെ ഏതാ? ഗൈഡ്. നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും, ഡിസിഷൻ ഗൈഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എന്താണ് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെന്താണ്? എംപ്ലോയീസ് മോട്ടിവേഷൻ. നമുക്ക് ഒരു മോട്ടിവേഷൻ തരാൻ വേണ്ടി ഈ റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? പെർഫോം ഇവാലുവേഷൻ. അപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്? ഒരു കാര്യം മോണിറ്റർ ചെയ്യാനേ, കൺട്രോൾ ചെയ്യാനേ, ഗൈഡ് ചെയ്യാനേ, അതുപോലെ തന്നെ എംപ്ലോയിക്ക് ഒരു മോട്ടിവേഷനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു എന്താ പറയുന്നത് ഇവാലുവേഷന്, ഇതിനെല്ലാം എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? റിപ്പോർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് അഡ്വാൻറ്റേജുകളെന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം ഏതൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ഓപ്പറേഷൻസ് മോണിറ്റർ ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നു, പിന്നെന്താണ്? പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്? ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ, അത് എന്ത് ചെയ്യുന്നു? ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെന്താ? എക്സ്പെൻസീവ് ആണ്, അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം? അതിനകത്ത് എന്താ ബയാസ് വരാം. അതിനകത്ത് നമുക്ക് ചിലപ്പം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമൊക്കെ അത് എന്ത് ചെയ്യാൻ പറ്റും? അത് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പം എന്താ പറയുന്നത്, ചില ആൾക്കാർ അതിനകത്ത് ബയാസ് വരുത്തും. അത് ഒറിജിനൽ റിപ്പോർട്ട്സുകൾ എന്ത് ചെയ്യും? മാറ്റി പകരം വേറെ കാര്യങ്ങൾ ആഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യാറ് ഉണ്ട്. പിന്നെന്താണ്? സംടൈംസ് ഇംപ്ലിമെൻറ്റേഷൻസ് ഓഫ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ റിപ്പോർട്ട് ബിക്കം അൺറിയലിസ്റ്റിക്. അതെന്ന് പറയുന്നത് ഒരു റിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കത്തില്ല അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവുക. പലപ്പോഴും നടക്കാത്ത കാര്യങ്ങളും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും അതിനകത്ത് ഉൾപ്പെടുന്നത്. പിന്നെന്താണ്? ടെക്നിക്കൽ റിപ്പോർട്ട്സ് ആർ നോട്ട് ഈസിലി ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. അതെന്ന് പറയുന്നത് ടെക്നിക്കൽ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമോ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ? ഇല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് റിപ്പോർട്ട്സിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി നഴ്സസ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളതാണ്.
റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് മസ്റ്റ് ബി ഫങ്ഷണൽ, അക്യുറേറ്റ്, കംപ്ലീറ്റ്, കറണ്ട്, ഓർഗനൈസ്ഡ് ആൻഡ് കോൺഫിഡൻഷ്യൽ. ഇത് നമ്മൾ നേരത്തെ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ. അതിനകത്ത് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. പിന്നെന്താ, ഫാക്റ്റ് ബേസിലായിരിക്കണം അല്ലേ. പിന്നെന്താണ്, അക്യുറസി ആയിരിക്കണം, കംപ്ലീറ്റ്നെസ് ആയിരിക്കണം, കറക്റ്റ്നെസ് ആയിരിക്കണം, ഓർഗനൈസേഷൻ കാണണം, കോൺഫിഡൻഷ്യാലിറ്റി കാണണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചതല്ലേ. എന്തെല്ലാം കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചത്. അത് കറക്റ്റായിട്ടുള്ളൊരു ഫാക്റ്റ് ആയിരിക്കണം, കറക്റ്റ് അക്യുറസി ആയിരിക്കണം. അക്യുറസി എന്ന് പറഞ്ഞാൽ ആ ഒരു കറക്റ്റ്നെസ് അതേപോലെ തന്നെ കാണണം, അക്യുറേറ്റ് ആയിട്ടുള്ളതായിരിക്കണം. പിന്നെ കംപ്ലീറ്റ്നെസ്, മൊത്തം കാര്യങ്ങളും അതിനകത്ത് വേണം, കറക്റ്റ് ആയിരിക്കണം അല്ലേ. പിന്നെന്താ, പ്രോപ്പറായിട്ടുള്ളൊരു ഓർഗനൈസേഷൻ വേണം, കോൺഫിഡൻഷ്യാലിറ്റി കാണും. ഇത്രയും കാര്യങ്ങളും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഒരു റിപ്പോർട്ട് റൈറ്റിങ്ങിൽ വരുമ്പം നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകാം? കണ്ടന്റ് ആൻഡ് ഓർഗനൈസേഷൻ. കണ്ടന്റ് ആൻഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സെക്ഷൻ ഹെഡിങ് ഒന്നും കാണത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യും, മിസ് ചെയ്ത് പോകാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്പർ എഴുതാൻ വിട്ടുപോകും അല്ലേ. ഇപ്പോൾ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് റൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു ഹെഡിങ് ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മെയിൻ പ്രോബ്ലം ആണ് അല്ലേ. ഒരു ഓർഗനൈസേഷനോ ഒരു കാര്യങ്ങളോ ഒന്നും നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലം ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മിസ്സായി പോകുന്നു, അതുപോലെ തന്നെ നമ്പർ ചെയ്യുന്നത് മിസ്സായി പോകുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ അത് ഈ റിപ്പോർട്ട് എഴുതുന്നത് മൂലം ഉണ്ടാകുന്ന എറേഴ്സ് ആണ് വരുന്നത്. പിന്നെന്താണ്, ഗ്രാമർ, വൊക്കാബുലറി, സെൻറ്റൻസ് ആൻഡ് ടോൺ. അതർ പ്രോബ്ലം ആണ് അല്ലേ. ഇൻകംപ്ലീറ്റ് സെൻറ്റൻസ് ആവാം, കൺഫ്യൂസിങ് ആൻഡ് അൺക്ലിയർ സെൻറ്റൻസ് ആവാം. ഇങ്ങനെയൊക്കെയുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് ഗ്രാമറും കറക്റ്റായിട്ട് വാക്കുകളും അതുകൊണ്ടൊക്കെ തന്നെ സെൻറ്റൻസും ടോണും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു റിപ്പോർട്ട് പ്രോപ്പർ ആവുമോ? ഇല്ല. അപ്പം അതെന്താണ് വരുന്നത്, ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആവാതെ പോകുന്നത്, അതുകൊണ്ടൊക്കെ തന്നെ കൺഫ്യൂസിങ് ആവുന്നത്, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ഇല്ലാത്തത്, ഇതെല്ലാം ഈ റിപ്പോർട്ട്സ് റൈറ്റ് ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന പ്രോബ്ലംസ് ആണ്. പിന്നെന്ത് വരും, ടു ജനറൽ, കോൺഫിഡൻഷ്യാലിറ്റി, മിസ്സിംഗ് ദ ഇൻഫോർമേഷൻ ആൻഡ് ഫാക്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ പഠിച്ചത്. വേർഡ്നെസ്, ഇതെല്ലാം വരുന്നതാണ് റിപ്പോർട്ടിനകത്ത് വരുന്ന കോമൺ പ്രോബ്ലംസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റെക്കോർഡ്സും റിപ്പോർട്ട്സും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതൊന്നും കൂടെ ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമുക്കിനി അതിനകത്ത് വരുന്ന MCQ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻസ് എ റെക്കോർഡ് ഇൻ നഴ്സിംഗ്. ഒരു നഴ്സിംഗിൻ്റെ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബെസ്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതൊരു ഓറൽ കമ്മ്യൂണിക്കേഷൻ എബൌട്ട് പേഷ്യൻ്റ് കെയർ ആണോ, ടെമ്പററി നോട്ട്സ് ടേക്കൺ ബൈ ഡോക്ടേഴ്സ് ആണോ, പെർമനന്റ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഡോക്യുമെന്റിംഗ് ഹെൽത്ത് കെയർ ആണോ, വെർബൽ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ ഫിസിഷ്യൻ ആണോ? ഇതെന്ന് പറയുന്നത് ഒരു പെർമനന്റ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഡോക്യുമെന്റിംഗ് ഹെൽത്ത് കെയർ ആണല്ലോ. ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഡോക്യുമെന്റ് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് എന്തിനകത്ത് വരുന്നത്, റെക്കോർഡ് എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ് റെക്കോർഡ്സ്. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് റിപ്പോർട്ട്? ഒരു റിപ്പോർട്ടിൻ്റെ പ്രൈമറി പർപ്പസ് എന്നാണ് പറയുന്നത്. ഒരു ലീഗൽ ഡോക്യുമെന്റേഷൻ ഉള്ളിയാണോ, ബഡ്ജറ്റ് മാനേജ്മെന്റ് ആണോ, ഓറൽ ഓർ റിട്ടേൺ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആണോ, ഹെൽത്ത് ഇൻഷുറൻസ് പ്രോസസ്സിംഗ് ആണോ? നമുക്കറിയാം അല്ലേ ഏതാ വരുന്നത്, ഓറൽ ആൻഡ് റിട്ടേൺ. റിപ്പോർട്ടാണ് ചോദിച്ചത് അല്ലേ. അതേസമയം റെക്കോർഡാണെന്നുണ്ടെങ്കിൽ എന്താണ് വരുന്നത്, റെക്കോർഡാണെങ്കിൽ എന്ത് മാത്രമാണ് വരുന്നത്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് എന്തിനകത്ത് വരുന്നത്, റെക്കോർഡ്സിനകത്ത് വരുന്നത്. അതേസമയം റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് വരും, ഓറലും വരും റിട്ടണും വരും. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പർപ്പസ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നോട്ട് എ പർപ്പസ് ഓഫ് മെയിൻറ്റെയിനിങ് ഹെൽത്ത് റെക്കോർഡ്സ്. ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് ആണോ, പ്രോഗ്രാം പ്ലാനിംഗ് ആണോ, പ്രോഗ്രാം പ്ലാനിംഗ് ആൻഡ് ഇവാലുവേഷൻ ആണോ, കമ്മ്യൂണിക്കേഷൻ ടൂൾ ബിറ്റ്വീൻ ഹെൽത്ത് വർക്കേഴ്സ്, ഇൻഡിക്കേറ്റിംഗ് പ്ലാൻസ് ഫോർ ദ ഫ്യൂച്ചർ.
എന്തിൻ്റെ പർപ്പസ് അല്ലാത്തത്? റെക്കോർഡ്സിൻ്റെ പർപ്പസ് അല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് വരുന്നത്? ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് ആണ് എന്തെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്തിൻ്റെ പർപ്പസ് ആണ്? പ്രോഗ്രാം പ്ലാനിങ്ങും ഇവാലുവേഷനും കമ്മ്യൂണിക്കേഷൻ ടൂളായിട്ടുള്ളതും ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്ലാനായിട്ടും എല്ലാം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? റെക്കോർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് വരാത്തത് ഏതാണ്? ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് മെയിൻറ്റെയിനിങ് റെക്കോർഡ്? പ്രിൻസിപ്പിൾസ് എന്താണ്? റിട്ടൺ ഇൻ കർസീവ് ഒള്ളി, റാൻഡം ഗ്രൂപ്പിംഗ് ഓഫ് ഐറ്റം, ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ വേർഡിംഗ്, യൂസ് ഒള്ളി കോംപ്ലെക്സ് മെഡിക്കൽ ടേംസ്. നമ്മൾ പറഞ്ഞു നമുക്ക് എന്താണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ കൺസൈസ് ചെയ്ത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത് പറഞ്ഞു. ഒരിക്കലും കർസീവ് ലെറ്റർ നമ്മൾ എഴുതത്തില്ല അല്ലേ? പലരുടെയും കർസീവ്, ഇപ്പം എൻ്റെ ഉൾപ്പെടെ ചിലപ്പോൾ ഞാനാണെങ്കിൽ ഐ എഴുതുന്നതും എൽ എഴുതുന്നതും ടി എഴുതുന്നതും എല്ലാം കൂടെ ഇവിടെ ഒരു ടീക്ക് പകരം ഈ ഒരു വര വന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് എന്തായിട്ടേ കൺസിഡർ ചെയ്യത്തുള്ളൂ? എല്ലായിട്ടേ കൺസിഡർ ചെയ്യത്തുള്ളൂ ഇങ്ങനെ എഴുതുമ്പോൾ. മനസ്സിലായോ? അപ്പം ഞാൻ എഴുതുന്ന കർസീവ് ചിലപ്പോൾ മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വായിക്കാൻ വേണ്ടി പറ്റത്തില്ല അല്ലേ? അപ്പം എന്തായിരിക്കണം? പ്രോപ്പറായിട്ട് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം എന്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഗുഡ് റെക്കോർഡ് ആൻഡ് റിപ്പോർട്ടിംഗ്? നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? അക്യുറസി ആണോ, വേർഡിനെസ് ആണോ, കോൺഫിഡൻഷ്യാലിറ്റി ആണോ, ഓർഗനൈസേഷൻ ആണോ? ഏതാണ് വരുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി വേർഡിനെസ് അല്ലേ? നോട്ട് ബാക്കി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതിൻ്റെ എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലേ? ഇതെന്താണ്? വേർഡിനെസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിക്കുന്നുണ്ടോ? റെക്കോർഡിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് വേർഡിനെസ് പഠിക്കുന്നുണ്ടോ? ഇല്ല. ഇനി എന്താ? വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പേഷ്യൻസ് ക്ലിനിക്കൽ റെക്കോർഡ്? എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പേഷ്യൻറ്റിൻ്റെ ക്ലിനിക്കൽ റെക്കോർഡിൽ? ഹോസ്പിറ്റൽ കഫീറ്റേറിയ മെനു ആണോ, സ്റ്റാഫ് സാലറി ഡീറ്റെയിൽ ആണോ, ഈവൻസ് ഇൻ ഇൽനെസ് ആൻഡ് ടൈപ്പ് ഓഫ് കെയർ ആണോ, അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി ആണോ? പേഷ്യൻറ്റിൻ്റെ ക്ലിനിക്കൽ റെക്കോർഡിൽ എന്തേ വരുത്തുള്ളൂ? അവരുടെ ഇൽനെസ്സും കാര്യങ്ങളും മാത്രമല്ലേ വരുത്തുള്ളൂ. അല്ലാതെ നമുക്ക് എത്ര സാലറി കിട്ടുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ക്യാൻറ്റീനിലുള്ള മെനുവോ അതെല്ലാമാണോ വരുന്നത്? അല്ല. പിന്നെ എന്താണ്? വിച്ച് റെക്കോർഡ് ടൈപ്പ് ഇൻക്ലൂഡ്സ് ഡീറ്റെയിൽ ഓഫ് സ്റ്റാഫ് സിക്നസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്? എന്താ പറയുക, ഏത് റെക്കോർഡ് ടൈപ്പാണ് സ്റ്റാഫിൻ്റെ സിക്നസും ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും എല്ലാം വരുന്നത്? നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? ഇൻഡിവിജ്വൽ സ്റ്റാഫ് റെക്കോർഡിനകത്താണ് വരുന്നത് അല്ലേ? ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ഫില്ലിംഗ് റെക്കോർഡ്സ് ആൽഫബറ്റിക്കലി നമ്മൾ എന്താ പറയുന്നത് ഫില്ല് ചെയ്യുന്നതിന് ഏതാണ് പറയുന്നത്? ഡിജിറ്റ് ഫില്ലിംഗ് ആണോ, ഇൻഡെക്സ് കാർഡ് ആണോ, ഡിക്ഷണറി ഓർഡർ ആണോ, പിന്നെന്താണ് ജിയോഗ്രഫിക് ഓർഡർ ആണോ? ഏതാ വരുന്നത്? നമ്മൾ പറഞ്ഞു അല്ലേ, ഡിക്ഷണറി ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൽഫബറ്റിക്കലി വരുന്നത്. ഡിജിറ്റ് ഒക്കെ ആണെങ്കിൽ എന്താണ്? നമ്പർ വൈസിൽ വരുന്നതാണ്. ഹൂ ഇൻവെൻറ്റഡ് ഇൻഡെക്സ് കാർഡ് യൂസ്ഡ് ഇൻ റെക്കോർഡ് കീപ്പിംഗ്? നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഈ പറയുന്ന ആരാണ്? കാൾ ലീനിയസ് ആണ് എന്തെന്ന് പറയുന്നത്. ഫ്ലോറൻസ് നൈറ്റിംഗേൾ ആണോ ഇൻഡെക്സ് കാർഡ് കൊണ്ടുവന്നത്? അല്ല. പിന്നെ which of the following is an importance of a record for the doctor? Equipment maintenance, hospital expansion plans, a guide for diagnosis and treatment, revenue regeneration. നമ്മൾ പറഞ്ഞു അല്ലേ? ഏതാ വരുന്നത്? A guide for diagnosis and treatment. പിന്നെന്താണ്? വൈ റെക്കോർഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ നഴ്സസ്? നമുക്ക് എന്തുകൊണ്ടാണ് റെക്കോർഡ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്? എന്തുകൊണ്ടാണ്? ടു മെയിൻറ്റെയിൻ ലീഗൽ പോളിസീസ്, ഫോർ ടാക്സ് ഫില്ലിംഗ്, ഷോ ഹെൽത്ത് കണ്ടീഷൻ ഓഫ് ദ ക്ലൈൻറ്റ്, ബഡ്ജറ്റ് എസ്റ്റിമേഷൻ. എന്തിനു വേണ്ടിയാണ് നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്? എന്തുകൊണ്ടാണ്? ഹെൽത്ത് കണ്ടീഷൻ കാണിക്കുന്നത് കൊണ്ട് അല്ലേ? എന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പേഷ്യൻറ്റിന് ഫർദറായിട്ട് കെയറും ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ട്രീറ്റ്മെൻറ്റ്സ് ഇല്ല, കെയറുകൾ. കേട്ടോ? ട്രീറ്റ്മെൻറ്റ്സ് ആരുടെ അണ്ടറിൽ വരുന്നതാ? ഡോക്ടേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാ. അവർ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ അത് എന്തായിട്ട് പോകുന്നത്? കെയറിലായിട്ട് നമ്മൾ ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ലിസ്റ്റഡ് ആസ് റെസ്പോൺസിബിലിറ്റി ആസ് എ നേഴ്സ് ഇൻ ഡോക്യുമെൻറ്റേഷൻ? നോട്ട് ലിസ്റ്റഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തിൽ? ഡോക്യുമെൻറ്റേഷൻ. നേഴ്സ് ഇൻ ഡോക്യുമെൻറ്റേഷനിൽ ലിസ്റ്റ് ചെയ്യപ്പെടാത്തത് അക്യുറസി ആണോ, കംപ്ലീറ്റ്നെസ് ആണോ, ഫിക്ഷൻ റൈറ്റിംഗ് ആണോ, കോൺഫിഡൻഷ്യാലിറ്റി ആണോ? ഏതാണ് വരുന്നത്? ഫിക്ഷൻ റൈറ്റിംഗ് ആണ് അല്ലേ? ബാക്കി എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളല്ലേ?
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് റിപ്പോർട്ട് ഇൻ നഴ്സിംഗ്? ബർത്ത് ആൻഡ് ഡെത്ത് റിപ്പോർട്ട്, ഡയറി എൻട്രി റിപ്പോർട്ട്, അനക്ഡോട്ടൽ റിപ്പോർട്ട്, 24-hour റിപ്പോർട്ട്. ഏതാണ്? ഡയറി എൻട്രി റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? അതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ടൈപ്പ് ഓഫ് റിപ്പോർട്ട് ഇൻ നഴ്സിംഗിലെ ഒരു റിപ്പോർട്ട് അല്ല. പിന്നെന്താ? വിച്ച് ഈസ് എ ഡിസഡ്വാൻറ്റേജ് ഓഫ് റിപ്പോർട്ട്സ്? എന്താണ്? പെർഫോമൻസ് ഇവാലുവേഷൻ, ടൈം കൺസ്യൂം, ഗൈഡ് ഡിസിഷൻ മേക്കിംഗ്, എംപ്ലോയി മോട്ടിവേഷൻ. എന്താണ് റിപ്പോർട്ടിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? പെർഫോമൻസ് ഇവാലുവേഷൻ ആണോ, ടൈം കൺസ്യൂമിംഗ് ആണോ, ഡിസിഷൻ മേക്കിംഗ് ആണോ, പിന്നെന്താണ് എംപ്ലോയീസ് മോട്ടിവേഷൻ ആണോ? എന്താണ് വരുന്നത്? അതൊരു ടൈം കൺസ്യൂമിംഗ് ആണെന്ന് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജിൽ മെയിനായിട്ട് പറയുന്നതാണ് അല്ലേ? പിന്നെന്താ? വിച്ച് ഫില്ലിംഗ് മെത്തേഡ് ഈസ് യൂസ്? സീരിയൽ നമ്പർ ഓർ ഡിജിറ്റ് ഫില്ലിംഗ്? ആൽഫബറ്റിക് ഫില്ലിംഗ് ആണോ, ജിയോഗ്രഫിക് ഫില്ലിംഗ് ആണോ, ന്യൂമറിക് ഫില്ലിംഗ് ആണോ, സബ്ജക്റ്റ് ഫില്ലിംഗ് ആണോ? നമുക്കറിയാം ഏതാണ് ന്യൂമറിക് ഫില്ലിംഗ് അല്ലേ? ഇനി അടുത്ത ഏതാ? വിച്ച് ഈസ് നോട്ട് എ ഗൈഡ് ലൈൻ ബൈ NMC ഫോർ ഡോക്യുമെൻറ്റേഷൻ? ഏതാണ്? ബേസ്ഡ് ഓൺ ഫാക്ട്, റിട്ടൺ വിത്ത് എറേസബിൾ പെൻസ്, ക്ലിയർലി റിട്ടൺ, ഓൾട്രേഷൻ ഷുഡ് ബി സൈൻഡ് ആൻഡ് ഡേറ്റഡ്. ഏതെന്ന് പറയുന്നത് നോട്ട് എ ഗൈഡ് ലൈനാണ്. ഗൈഡ് ലൈൻ എന്നല്ല ചോദിച്ചേക്കുന്നത്, നോട്ട് എ ഗൈഡ് ലൈൻ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ഏതാണ് ചോദ്യം? ആൻസർ എന്താണ് വരുന്നത്? റിട്ടൺ ബൈ വിത്ത് ഇറേസബിൾ പെൻ. അങ്ങനെ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതിനകത്തൊരു അങ്ങനെ ഒരു ഗൈഡ് ലൈൻ അവർ പറഞ്ഞിട്ടില്ല. എ ഗുഡ് റിപ്പോർട്ട് ഷുഡ് ബി ഡിലൈഡ് ആൻഡ് ഒപ്പീനിയേറ്റഡ്, prompt, clear and complete, vague and elaborate, confusing and detailed. A good report എന്ന് പറയുന്നത് എന്തായിരിക്കണം? പ്രോംപ്റ്റ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം അല്ലേ? പിന്നെന്തോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? വിച്ച് ഈസ് കൺസിഡേർഡ് ആൻ ഓറൽ ഓർ റിട്ടേൺ എക്സ്ചേഞ്ച് ഓഫ് പേഷ്യൻ്റ് കെയർ? ഏതാണ്? റെക്കോർഡാണോ, സ്ക്രിപ്റ്റ് ആണോ, മെമ്മോ ആണോ, അതോ എന്താ പറയുക റിപ്പോർട്ടാണോ? ഏതാ? ഓറലും എന്താ പറയുക ഓറലും റിട്ടണുമായിട്ട് വരുന്നത് ഏതാണ്? റിപ്പോർട്ടാണ് അല്ലേ? ഏതാണ് വരുന്നത്? റിപ്പോർട്ടാണ്. മറ്റേതിനകത്ത് എന്ത് മാത്രമേ വരുത്തുള്ളൂ? റിട്ടൺ മാത്രമേ വരുത്തുള്ളൂ. വാട്ട് ഈസ് എ മേജർ അഡ്വാൻറ്റേജ് ഓഫ് റിപ്പോർട്ടിംഗ് ഇൻ ഹെൽത്ത് കെയർ? ഒരു മേജർ അഡ്വാൻറ്റേജ് ഓഫ് റിപ്പോർട്ടിംഗ് ഇൻ ഹെൽത്ത് കെയർ എന്താണ്? കോസസ് കൺഫ്യൂഷൻ, ലീഡ്സ് ടു വേർഡ്നെസ്, ഹെൽപ്സ് മോണിറ്റർ ഓപ്പറേഷൻസ്, എൻകറേജ് മിസ്കമ്മ്യൂണിക്കേഷൻ. എന്താണ് മേജർ അഡ്വാൻറ്റേജ്? റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് ഏതാണ് വരുന്നത്? അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? ഹെൽപ്സ് ടു മോണിറ്റർ ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷൻ മോണിറ്റർ ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺ പ്രോബ്ലം ഇൻ റിപ്പോർട്ട് റൈറ്റിംഗ്? കോമൺ പ്രോബ്ലം എന്താണെന്നാണ്? കോൺഫിഡൻഷ്യാലിറ്റി ആണോ, ഓർഗനൈസ്ഡ് കണ്ടന്റ് ആണോ, പിന്നെന്താണ് ക്ലിയർ സെൻറ്റൻസ് ആണോ, പിന്നെന്താണ് സെക്ഷൻ ഹെഡിങ് ആണോ? മെയിനായിട്ടും വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, കോമൺ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി ആണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ്സ് വിത്ത് എഡ്യൂക്കേഷണൽ ലെവൽ? ഏതാണ്? ലീഗൽ ഡിഫൻസ് ആണോ, ഡോക്യുമെന്റ് എക്യുപ്മെന്റ് ലോസ് ആണോ, ഡോക്യുമെന്റ് എക്യുപ്മെന്റ് ലോസ്, അഡ്മിഷൻ, പേഴ്സണൽ പെർഫോമൻസ്, റെക്കോർഡ് മീൽ സെർവ്ഡ്, എൻ്റർടൈൻമെൻറ്റ് പ്ലാനിങ്. ഇതിലേതാണ് മെയിനായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അത് വിത്ത് എന്താ പറയുന്നത് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡിൻ്റെ പർപ്പസ് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം വരുന്നത്. എന്താണ് മെയിനായിട്ട് നമ്മൾ എന്തെങ്കിലും എക്യുപ്മെൻ്റ് ലോസ് ആയിട്ടുണ്ടോ, അഡ്മിഷൻസ്, പേഴ്സണൽ പെർഫോമൻസ് എല്ലാം വരുന്നത് ഏതിനകത്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് റെക്കോർഡ് വിത്ത് എഡ്യൂക്കേഷണൽ വാല്യൂസിനകത്താണ് വരുന്നത്. വാർഡ് റെക്കോർഡ് ഇൻക്ലൂഡ് സ്റ്റാഫ് പേഴ്സണൽ ഡീറ്റെയിൽ, ചേഞ്ച് ഇൻ മെഡിക്കൽ സ്റ്റാഫ് ആൻഡ് ബെഡ് കൗണ്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. വാർഡിൻ്റെ ഇതിനകത്ത് വരുന്നത് ഏതാണ്? നമ്മൾ പറഞ്ഞു മെഡിക്കൽ സ്റ്റാഫിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിലോ, നോൺ മെഡിക്കൽ സ്റ്റാഫിനെ ആരെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിലോ, ഏതെങ്കിലും എക്യുപ്മെൻറ്റ് മേടിക്കുന്നുണ്ടെങ്കിലോ, റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിലോ, ബെഡ് കൗണ്ട്, ഇതെല്ലാം വരുന്നത് ഏതിനകത്താണ്? വാർഡ് റെക്കോർഡിനകത്താണ് വരുന്നത്. പിന്നെന്താ? വാട്ട് ഡസ് ദ അക്രോണിം HW അതായത് ഇൻ ബ്രാക്കറ്റ് M ആൻഡ് F ഇൻ റിട്ടേൺസ് ഡയറീസ് സ്റ്റാൻഡ്സ് ഫോർ? എന്താണ് വരുന്നത്? ഹെൽത്ത് വർക്കർ, മെയിൽ ആൻഡ് ഫീമെയിൽ. എന്താണ്? ഹെൽത്ത് വർക്കർ, മെയിൽ ആൻഡ് ഫീമെയിൽ ആണല്ലോ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻഷുവേഴ്സ് അക്യുറേറ്റ് പേഷ്യൻ്റ് റെക്കോർഡ്സ്? എന്താണ് പറയുന്നത്? അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് റെക്കോർഡ്സ് എൻഷുർ ചെയ്യുന്നത് എന്താണ്? ഗസ് വർക്ക് ആണോ? അല്ല. സ്പെക്കുലേഷൻ ആണോ? ഫാക്റ്റ് ആൻഡ് കറക്റ്റ്നെസ് ആണോ? ഫിക്ഷൻ റൈറ്റിംഗ് ആണോ? ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? ഫാക്ട്സ് ആൻഡ് കറക്റ്റ്നെസ് ആണ് എന്തെന്ന് പറയുന്നത്, ഒരു റെക്കോർഡ് ഇത് കീപ്പ് ചെയ്യുന്നതിനുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു അക്യുറേറ്റ് പേഷ്യൻ്റ് റെക്കോർഡ് കീപ്പ് ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കണം? ഫാക്ട്സുകൾ എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം, പ്രോപ്പറായിട്ടുള്ള ഫാക്റ്റ് ആയിരിക്കണം, കൺസൈസ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കണം. വിച്ച് മെത്തേഡ് ഓർഗനൈസ് ഡേറ്റ ബൈ റീജിയൻ ആൻഡ് ലൊക്കേഷൻ? നമ്മൾ പറഞ്ഞു ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ ആണ് എന്ന് വരുന്നെങ്കിൽ ഏതാണ്? ന്യൂമറിക്കൽ ആണോ? അല്ല. ആൽഫബറ്റിക്കൽ ആണോ? അല്ല. ജിയോഗ്രഫിക്കൽ ആണ് അല്ലേ? ഏതാണ് വരുന്നത്? ടെമ്പറൽ ഫില്ലിംഗ് ആണോ? അല്ല. എന്താ പറയുന്നത്? ജിയോഗ്രഫിക് ഫില്ലിംഗ് ആണ് വരുന്നത്. ഇനി കോൺഫിഡൻഷ്യാലിറ്റി ഇൻ നഴ്സിംഗ് റെക്കോർഡ് എൻഷുവേഴ്സ് ഡേറ്റ ഈസ് ഷെയർഡ് പബ്ലിക്കലി only authorized access, all staff can access all data, casual conversations about patients. ഏതാണ് കോൺഫിഡൻഷ്യാലിറ്റി റെക്കോർഡ് എന്ന് പറയുന്നത്? എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി ഇൻ നഴ്സിംഗ് റെക്കോർഡ് എൻഷുവേഴ്സ് ഡേറ്റ എന്ന് പറയുന്നത് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുന്നതാണോ, അതോ ഒൺലി ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നതാണോ, എല്ലാ സ്റ്റാഫുകൾക്കും ആക്സസ് കിട്ടുന്നതാണോ, ഒരു കാഷ്വൽ കോൺവെർസേഷനായിട്ട് അത് പോകുന്നതാണോ ഒരു കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്? അല്ല. ആരാണോ ഓതർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ആർക്കാണോ ആ ഒരു ഓതറൈസിങ് പവർ ഉള്ളത് അവർ മാത്രമായിരിക്കണം എന്ത് ചെയ്യുന്നത്? ആ ഡേറ്റ വെച്ച് എന്ത് ചെയ്യേണ്ടത്? കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അടുത്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്രൈറ്റീരിയൻ ഓഫ് എ ഗുഡ് റിപ്പോർട്ട്? ഏതാണ്? പ്രോംപ്റ്റ് ആണോ? നോട്ട് എ ക്രൈറ്റീരിയൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രോംപ്റ്റ് ഇൻക്ലൂഡ് ഓൾ നെസസറി ഡേറ്റ, വേഗ് ആൻഡ് ലെങ്തി, വെൽ ഓർഗനൈസ്ഡ്. ഏതാണ് വരുന്നത്? വേഗ് ആൻഡ് ലെങ്തി. അതൊരു വേഗ് എന്ന് പറയുന്ന ഒരു ഇംപ്രോപ്പർ ആയിട്ടും ഒരുപാട് വേണം എന്നാണോ പറയുന്നത്? അല്ല. വേഗമായിരിക്കും, അത് കറക്റ്റ് ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം അല്ലേ? ഒരുപാട് നീട്ടം വേണോ അതിന്? അല്ലെങ്കിൽ ഒരുപാട് നേരത്തെ എന്താ പറയുന്നത് ഇത് വേണോ? വേണ്ട. Which of these is not a nurse's responsibility in record keeping? Not a nurse's responsibility ആണ്. ഏതാണ്? കറക്റ്റ്നെസ്, ഓർഗനൈസേഷൻ, ബഡ്ജറ്റിംഗ്, കോൺഫിഡൻഷ്യാലിറ്റി. ഏതാണ് വരുന്നത്? ബഡ്ജറ്റിംഗ് അല്ലേ? ബഡ്ജറ്റിംഗ് ഒരു റെക്കോർഡ് കീപ്പിങ്ങിന് നമ്മുടെ നഴ്സസിന്റെ റെസ്പോൺസിബിലിറ്റി ആണോ? അല്ല. Why are record important for hospital authorities? For cooking schedules, for planning, administrative control, for entertainment, for housekeeping. ഏതാണ്? For planning, administrative control ആണ് എന്ത് റെക്കോർഡ്സ് ഹോസ്പിറ്റൽ അതോറിറ്റീസിലുള്ള ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. Which is disadvantage of ടെക്നിക്കൽ റിപ്പോർട്ട്? ഏതാണ്? ഈസിലി ടു അണ്ടർസ്റ്റാൻഡ്, എൻകറേജ് സിംപ്ലിസിറ്റി, നോട്ട് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ, എന്താണ്? എൻഹാൻസസ് കമ്മ്യൂണിക്കേഷൻ. ഏതാണ് ഒരു ടെക്നിക്കൽ റിപ്പോർട്ടിനകത്ത് ഉള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? എന്താണ്? നോട്ട് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഈസി ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജ് ആണോ? അല്ല. എൻകറേജ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജ് ആണോ? അല്ല. എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജ് ആണോ? അല്ല. അപ്പോൾ ഇതിനകത്ത് ഏതാണ് വരുന്നത്? ഒരിക്കലും നമുക്ക് മനസ്സിലാവാത്ത വേയിൽ വെക്കുന്നത് അതൊരു ഡിസഡ്വാൻറ്റേജ് അല്ലേ? അതെ. പിന്നെ ഏതാണ്? ഒരു അസേർഷൻ ആണ്. റെക്കോർഡ് സെർവ്സ് ആസ് എ ലീഗൽ ഡോക്യുമെന്റ്സ് ഇൻ നഴ്സിംഗ് പ്രാക്ടീസ്. റീസൺ എന്ന് പറയുന്നത് ദേ പ്രൊവൈഡ് എവിഡൻസ് ഓഫ് ദ സർവീസസ് റെൻഡേർഡ് ആൻഡ് ഹെൽപ്പ് ലീഗൽ മാറ്റേഴ്സ് വെൻ റെക്കോർഡ്. ഓപ്ഷൻസ് ബോത്ത് എ ആൻഡ് ആർ ട്രൂ. R is the correct explanation of A. Both A and R are true. R is not the correct explanation of A. A is true, R is false. A is false, R is true. ഏതാണ് വരുന്നത്? ബോത്ത് എ ആൻഡ് ആർ എന്ന് പറയുന്നത് ട്രൂ. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ പറയുന്നത്? ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്, അതൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു എവിഡൻസ് ആണ് നമുക്ക് തരുന്നത് അല്ലേ? അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതാണ് വരുന്നത് ആൻസർ? ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ഏതാണ്? Reports helps in financial auditing of hospital. Reports are primarily mean for recording staff salaries and hospital budget. Option both A and R are true. R is the correct explanation of A. Both A and R are true. R is not the correct explanation of A. A is true but R is false. A is false but R is true. ഏതാ വരുന്നത്? അതിനകത്ത് നോക്കിയേ. റിപ്പോർട്ട്സ് ആർ ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ. റിപ്പോർട്ട്സ് ആർ പ്രൈമറിലി മീൻസ് ഫോർ റെക്കോർഡിംഗ് സ്റ്റാഫ് സാലറീസ് ആൻഡ് ഹോസ്പിറ്റൽ ബഡ്ജറ്റ്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. എ എന്ന് പറയുന്നത് ട്രൂ ആണ്,
പക്ഷേ റിപ്പോർട്ടിനകത്ത് അത് റെക്കോർഡിംഗ് ആണ് മീനെന്നും അത് കണക്ക് തന്നെ അതിൻ്റെ ഹോസ്പിറ്റൽ സാലറിയും ബഡ്ജറ്റിങ്ങും ഒക്കെ ഉൾപ്പെടുത്തുമെന്നും ഒക്കെ പറയുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇതെന്താണ്, ഫിനാൻഷ്യൽ ഓഡിറ്റിങ്ങിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് പറയുന്നുണ്ട് അല്ലേ. അപ്പം എന്താണ് വരുന്നത്? എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ്. പിന്നെന്താണ്, ഇൻഡെക്സ് കാർഡ്സ് ആർ യൂസ്ഡ് ഫോർ ഫില്ലിംഗ് ആൻഡ് ഓർഗനൈസിങ് റെക്കോർഡ്സ്. Index cards were invented by Carl Linnaeus to record and store small amount of data. Option A എന്ന് പറയുന്നത് both A and R are true. R is the correct explanation of A. Both A and R are true. R is not the correct explanation of A. A is true. R is false. A is false. R is true. ഏതാണ് വരുന്നത്? നമുക്ക് അറിയാം, ഇൻഡെക്സ് കാർഡ് എന്ന് പറയുന്നത് ഫില്ല് ചെയ്യാനും അത് കണക്ക് തന്നെ ഓർഗനൈസേഷണൽ റെക്കോർഡ് ഓർഗനൈസ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാർഡാണെന്ന് പറഞ്ഞു. അത് കണ്ടുപിടിച്ച ആളെന്ന് പറയുന്നത് കാർൾ ലീനിയസ് ആണെന്നും പറഞ്ഞു. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതുവഴി സ്റ്റോർ ചെയ്ത് വെക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഏതാണ് വരുന്നത്? ഇതാ വരുന്നത്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആണ്. ആർ എന്ന് പറയുന്നത് എന്തിൻ്റെ? എയുടെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷനും കൂടെയാണ് ഇതിനകത്ത് പറയുന്നത് അല്ലേ. ഏതാണ്? നഴ്സ് മസ്റ്റ് മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി വൈൽ റെക്കോർഡിംഗ് പേഷ്യൻ്റ് ഡേറ്റ. ട്രൂ ആണ് അല്ലേ. പിന്നെന്താണ്? കോൺഫിഡൻഷ്യൽ റെക്കോർഡ് ഇംപ്രൂവ് പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എൻകറേജ് ഹോണസ്റ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ. കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത് അല്ലേ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അല്ലേ. കോൺഫിഡൻസ് അതെന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ പേഷ്യൻ്റെ ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവർക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ അവർക്കൊരു പ്രോപ്പറായിട്ട് ഹോണസ്റ്റി വേയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. ക്ലിയർ ആയോ? പിന്നെന്താണ്? റിപ്പോർട്ട്സ് ആർ യൂസ്ഡ് ഫോർ സ്റ്റഡിയിങ് ആൻഡ് പ്ലാനിങ് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ഹെൽത്ത് സർവീസസ്. റിപ്പോർട്ട്സ് കണ്ടെയ്നിങ് ഡീറ്റെയിൽഡ് ക്ലിനിക്കൽ റെക്കോർഡ്സ് ഓഫ് പേഷ്യൻ്റ് ഹിസ്റ്ററി. Both A and R are true. R is the correct explanation of A. Both A and R are true. R is not the correct explanation of A. A is true. R is false. A is false. But R is true. ഏതാണ് വരുന്നത്? ഇതാണ് വരുന്നത് അല്ലേ. ബോത്ത് ഇത് രണ്ടും ട്രൂ ആണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് എന്തല്ല, ഒരു കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ല. എന്തിൻ്റെ? എയുടെ. മനസ്സിലായോ? Find the correct statement or statement about the purpose of maintaining health records. They are usual only for financial audits. They are help in planning and evaluating health programs. They serve as communication tool among the health workers. They help in identify health problem and contributing factors. Options: option A 1 and 2 only, B 2, 3 and 4 only, 1 and 3 only, all of the above. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2, 3 and 4 only അല്ലേ. ഇത് 3 എണ്ണമല്ലേ ഉള്ളൂ എന്തിനെ പറ്റി പറയുന്നത്? ഹെൽത്ത് അതായത് എന്താ പറയുന്നത്, ഒരു മെയിനായിട്ട് അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്, ഹെൽത്ത് റെക്കോർഡിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളാണുള്ളത്. Find the correct statement or statements about regarding principles of maintaining records. Records should be grouped in a way that is completion. The person responsible for maintaining records need not update them regularly. Records should be stored safely in fireproof location. The purpose of the record should be clearly understood. Options 1, 3 and 4 only, 2 and 3 only, 1 and 2 only, all of the above. ഏതാണ് വരുന്നത്? ആൻസർ എ ആണ് വരുന്നത്. 1, 3 and 4 only. ഗ്രൂപ്പ് ഈ ഒരു കറക്റ്റായിട്ടൊരു കംപ്ലീഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏതാണ് വരുന്നത്? ഒരു റെക്കോർഡെന്ന് പറയുന്നത് സേഫ്റ്റി ആയിട്ട് ഫയർ പ്രൂഫ് ആയിട്ടുള്ള ലൊക്കേഷനിൽ വേണം അത് പ്ലേസ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇത് പറയുന്നു, റെക്കോർഡെന്ന് പറയുന്നത് അത് ക്ലിയർലി അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. അടുത്ത എന്താ വരുന്നത്? The correct statement about characteristics of good reporting. Reports should be vague and general, should be prompt, clear and well organized. Oral report should be presented in an interesting manner. Well written report must be included date, time and signature. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ അല്ലേ. 2ഉം 3ഉം 4ഉം വേഗമായിരിക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല അല്ലേ. അത് തെറ്റായിട്ടുള്ള റിപ്പോർട്ടാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല, കറക്റ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അത് ക്ലിയർ ആയിരിക്കണം, ഓർഗനൈസ് ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് മാനറിലായിരിക്കണം പറയേണ്ടത്. അതുപോലെ തന്നെ അതിനൊരു പ്രോപ്പറായിട്ടുള്ള ഡേറ്റും ടൈമും സിഗ്നേച്ചറും എല്ലാ കാര്യങ്ങളും അതിനകത്ത് എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. അടുത്ത എന്താണ്?
ഫൈൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് റിപ്പോർട്ട്സ്. നോട്ട് ട്രൂ ആണ്. എന്താണ്? Reports are used only for legal documentation and not for communication. Reports can be both oral and written. Reports helps in planning and evaluating healthcare service. A good report should be prompt, clear and complete. Options: option 1 only, 2 and 3 only, 1 and 4 only, option D 1, 2 and 3 only. ഏതാണ് വരുന്നത്? അതിനകത്തുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഒരു കാര്യം മാത്രമേ ഇതിനകത്ത് എന്തായിട്ട് അതൊരു ഒരു ഒരു എന്താ പറയുന്നത് കറക്റ്റായിട്ടുള്ളതല്ലാത്തത് പറയുന്നുള്ളൂ അല്ലേ. ഒരു ലീഗൽ ഡോക്യുമെൻറ്റേഷൻ ആണ് അത്. എന്ന് കമ്മ്യൂണിക്കേഷൻ അല്ല എന്നാണ് അത് പറയുന്നത് അല്ലേ. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇതെന്താണ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്. എന്താണ്? റെക്കോർഡ്സ് എന്ന് പറയുന്നത് മസ്റ്റ് ബി റിട്ടേൺ വിത്ത് സ്പെക്കുലേഷൻ ആൻഡ് ജാർഗൺ. Confidentiality must be maintained. Reports should be clear and concise. Records must be up to date and accurate. ഏതാണ് ഓപ്ഷൻസ്? ഓപ്ഷൻസ് എ എന്ന് പറയുന്നത് 1 only, ബി 1 and 3 only, 2 and 4 only, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ. ഏതാണ് വരുന്നത്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. ഏതാ വരുന്നത്? 1 ഒരു കാര്യം മാത്രമേ അതിനകത്ത് ഒരു ഗുഡ് റിപ്പോർട്ടിനകത്ത് പറയുന്നുള്ളൂ അല്ലേ. അതെന്ന് പറയുന്നത് വിത്ത് സ്പെക്കുലേഷൻ ആൻഡ് ജാർഗൺ. അതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കിയെല്ലാം കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ക്ലിയർ ആയോ? അപ്പം എന്താ പറയുന്നത്? ഇനി അടുത്ത ഏതാ? ഫൈൻഡ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് ദ നഴ്സസ് റെസ്പോൺസിബിലിറ്റി ഇൻ റെക്കോർഡ് കീപ്പിംഗ്. ഏതാണ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഏതാണെന്നാണ് ചോദിക്കുന്നത്. റെക്കോർഡ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ഫിക്ഷൻ ആൻഡ് ഒപ്പീനിയൻ. അക്യുറസി ആൻഡ് കംപ്ലീറ്റ്നെസ് ആർ ഇമ്പോർട്ടൻറ്റ്. റെക്കോർഡ് ഷുഡ് ബി വെൽ ഓർഗനൈസ്ഡ് ആൻഡ് കോൺഫിഡൻഷ്യൽ. റെക്കോർഡ് ഷുഡ് ബി reflect the actual condition of the client. Options: option A 1 only, option B എന്ന് പറയുന്നത് 2 and 3 only, C എന്ന് പറയുന്നത് 1 and 4 only. All statements are incorrect. ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഇത് മാത്രമാണ് അല്ലേ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ഫിക്ഷൻ ആൻഡ് ഓപ്ഷൻസ്. അതാണ് അതിനകത്ത് ഇൻകറക്റ്റ്. ബാക്കിയെല്ലാം കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ആണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സിനകത്ത് നമ്മൾ പഠിക്കാനുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലാസ് കേൾക്കുക, ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. എന്താ പറയുന്നത് അത്രയും ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി കുറച്ചും കൂടി എന്തായിരിക്കും ക്ലിയർ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.